Okay. So what is mean by kinetic energy? We discussed in the last class. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു kinetic energy എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ ഇറ്റ്സ് എനർജി ബൈ വിർച്യൂ ഓഫ് ഇറ്റ്സ് മോഷൻ, ചലനം മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എനർജി ആയിരുന്നു കൈനറ്റിക് എനർജി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. എന്നാൽ പൊട്ടൻഷ്യൽ എനർജി എന്തായിരുന്നു? നമ്മൾ ജസ്റ്റ് അതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. എനിവൺ ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ? അതിനെ എത്രത്തോളം എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് അറിയാനാണ്. ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ നോക്കട്ടെ. Potential energy is energy due to its position or കോൺഫിഗറേഷൻ. ഒന്നില്ലെങ്കിൽ അതിന്റെ പൊസിഷൻ അല്ലെങ്കിൽ കോൺഫിഗറേഷൻ കൊണ്ട് കിട്ടുന്നതാണ് കൈനറ്റിക് പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ നമ്മൾ ആ ഭാഗം വരെ ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ കൺസർവേഷൻ ഓഫ് എനർജി എന്താണ്? ഒരു സിസ്റ്റത്തിൽ ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആണ് എന്ന കോൺസെപ്റ്റ് ആണ് കൺസർവേഷൻ ഓഫ് എനർജിയിൽ വരുന്നത്. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി കൂട്ടി നോക്കിയാൽ നമുക്ക് ടോട്ടൽ എനർജി ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും എപ്പോഴും കിട്ടേണ്ടത്. അതിനെ പറ്റിയുള്ള ഒരു എക്സാമ്പിൾസിൽ ആണ് നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു എക്സാമ്പിൾ നമുക്ക് ജസ്റ്റ് നോക്കാം. അതുപോലെ തന്നെ കൺസർവേഷൻ ഓഫ് മാസ് എനർജി ആണ് ഒരു ന്യൂക്ലിയർ റിയാക്ഷനിൽ ഉണ്ടാവുന്നത്. ന്യൂക്ലിയർ റിയാക്ഷനിൽ എനർജി മാസ് ആയിട്ട് മാറും, മാസ് എനർജി ആയിട്ട് മാറാം. ആ ഒരു കൺസർവേഷൻ ആണ്. ശരിക്കും നമ്മൾ എനർജി കൺസർവേഷൻ എന്ന് പറയുമ്പോൾ ടോട്ടൽ എനർജി ഈസ് കൺസേർവ്ഡ് എന്നാണ് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. മാസ് ടോട്ടൽ കൂട്ടി നോക്കിയാൽ അത് കോൺസ്റ്റന്റ് ആയിരിക്കണമെന്ന്. അതായത് ഇപ്പൊ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ നമ്മുടെ ക്ലാസ്സിലെ ഒരു കുട്ടി, ഞാൻ ജസ്റ്റ് ഒരു പേര് പറയാണ്, അൻഫ എന്ത് ചെയ്യാണ്? ഒരു കെമിക്കൽ റിയാക്ഷൻ നടത്തുകയാണ്. ആ കെമിക്കൽ റിയാക്ഷൻ നടത്തുന്ന സമയത്ത് എന്ത് ചെയ്തില്ല, ഫസ്റ്റ് രണ്ട് മാസുകളാണ് എടുത്തത്. ഒരു ഭാഗത്ത് ഇപ്പൊ NaCl, ഇപ്പുറത്ത് NH4Cl എടുത്തു കഴിഞ്ഞാൽ രണ്ടും മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ NaCl-ഉം HCl-ഉം തമ്മിൽ മിക്സ് ചെയ്യണം. എന്നിട്ട് ഒരു പ്രോഡക്റ്റ് കിട്ടും. ആ പ്രോഡക്റ്റിന്റെ മാസ് എന്ന് പറയുന്നത് ഇതിന്റെ മാസുകൾ തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന മാസ് ആയിരിക്കും. അതായത് പുതിയതായിട്ട് മാസിനെ നമുക്ക് നിർമ്മിക്കാൻ പറ്റൂല എന്നാണ് കൺസർവേഷൻ ഓഫ് മാസ്. കൺസർവേഷൻ ഓഫ് എനർജി അങ്ങനെ തന്നെയാണ്. രണ്ട് എനർജികൾ തമ്മിൽ ജോയിൻ ചെയ്യുക, കൺവേർട്ട് ചെയ്യുക, ഇത് പുതിയ ഒരു എനർജി ആയി മാറുമ്പോൾ അതിൽ എനർജി പുതിയതായിട്ട് നിർമ്മിക്കപ്പെടുന്നില്ല. പക്ഷെ കുറച്ച് എനർജി വേസ്റ്റ് രൂപത്തിൽ, ഹീറ്റ് രൂപത്തിൽ നഷ്ടപ്പെടാമെന്നല്ലാതെ ആ നഷ്ടപ്പെട്ടതും കൂട്ടിയാൽ നമ്മുടെ ടോട്ടൽ എനർജി കിട്ടണം എന്നതാണ് കൺസർവേഷൻ ഓഫ് എനർജിയുടെ കോൺസെപ്റ്റ്. ക്ലിയർ ആണല്ലോ അല്ലെ? വോയിസ് ജസ്റ്റ് ഒന്ന് റിപ്ലൈ തന്നോ. വോയിസ് ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ. അപ്പോ മാസ് എനർജി കൺസർവേഷനേ ഉള്ളൂ ഒരു ന്യൂക്ലിയർ റിയാക്ഷനിൽ. കാരണം ന്യൂക്ലിയർ റിയാക്ഷൻ നടക്കുമ്പോൾ അതിൽ നമ്മൾ യുറേനിയം പ്ലസ് ഇലക്ട്രോൺസ് ബൊംബാർഡ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് യുറേനിയത്തിന്റെ അളവ് കുറയും. റിയാക്ഷൻ നടന്ന് ഫൈനൽ ആകുമ്പോൾ മാസ് കുറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ആ മാസ് എനർജി ആയി മാറിയിട്ടുണ്ട്. അപ്പൊ അവിടെ എനർജി നിർമ്മിക്കല്ല ചെയ്തത്, നമ്മൾ ആ മാസിനെ എനർജി ആക്കി മാറ്റുകയാണ് ചെയ്തത്. അപ്പോ ഈ ഒരു സിസ്റ്റം, ഒരു ന്യൂക്ലിയർ റിയാക്ഷനിലെ കംപ്ലീറ്റ് മാസ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ മാസ് ചിലപ്പോൾ എന്താവില്ല, പ്രോഡക്റ്റിലും റിയാക്ടന്റിലും മാസ് സെയിം ആവില്ല. എനർജി മാത്രം നോക്കുകയാണെങ്കിൽ ആദ്യം ചിലപ്പോൾ എനർജി ഉണ്ടാവില്ല, പക്ഷെ പുതിയതായിട്ട് റിയാക്ഷൻ കഴിയുമ്പോൾ ഒരുപാട് എനർജി, ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി ഉണ്ടാവും. അപ്പൊ ആ എനർജി എങ്ങനെ വന്നു എന്ന് കൺഫ്യൂഷൻ ആവാതിരിക്കാനാണ് ന്യൂക്ലിയർ റിയാക്ടറിൽ മാസ് പ്ലസ് എനർജി കൂട്ടി നോക്കുമ്പോഴാണ് സെയിം ആവുക. അതായത് ആദ്യത്തെ മാസ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ എനർജി മാസും കൂട്ടി നോക്കിയാൽ രണ്ടും സെയിം ആയിരിക്കും. അതായത് റിയാക്ടന്റിൽ യുറേനിയം ഇലക്ട്രോണും മാത്രമേ ഉള്ളൂ എങ്കിൽ പ്രോഡക്റ്റില് ആ യുറേനിയം മാസ് മാറിയാൽ എത്രത്തോളം എനർജി ഉണ്ടാവും അത്രത്തോളം എനർജി ഉണ്ടാവും. ഭയങ്കര എമൗണ്ട് ഓഫ് എനർജി ഉണ്ടാവും. ന്യൂക്ലിയർ റിയാക്ഷനിൽ ഹൈ എമൗണ്ട് ഓഫ് എനർജി ഉണ്ടാവും. അതായത് ഇങ്ങനെയുള്ള റിയാക്ഷനിൽ മാസ് എനർജി കൺസർവേഷൻ ആണ് ഉണ്ടാവുക. മാസ് പ്ലസ് എനർജി കൂട്ടി നോക്കുമ്പോഴേ നമുക്ക് സെയിം കിട്ടുള്ളൂ. ഇപ്പൊ ഇവിടെ ഇതിന്റെ എക്സ്പ്ലനേഷൻ, ന്യൂക്ലിയർ എനർജി ഇസ് ഡിഫറെന്റ് ഫോം ഓഫ് എനർജി. ജസ്റ്റ് അതിന്റെ ലാസ്റ്റ് ഇതുണ്ടാവും. ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആൻഡ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി merge into a single law that is called mass energy conservation. രണ്ടും
പ്ലസ് ചെയ്താൽ ഉണ്ടാകുന്ന ആ ഒരു ഫോമാണ് ന്യൂക്ലിയർ റിയാക്ടറിൽ നടക്കുള്ളൂ. അപ്പൊ രണ്ടിന്റെയും സമ്മ് കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് അവിടെ പറഞ്ഞതിന്റെ ഉദ്ദേശം. മനസ്സിലായോ ഇല്ലയോ എന്നൊന്നുകൂടി നോക്കുക. ഇപ്പൊ ഞാൻ ഇതിന്റെ ഒരു ജസ്റ്റ് സിംബോളിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ന്യൂക്ലിയർ റിയാക്ടറിലുള്ള റിയാക്ടൻസുകൾ ഉണ്ട്. ഈ ഇക്വേഷന്റെ ഈ ഭാഗത്ത് പ്രോഡക്റ്റുകളും ഉണ്ട്. അപ്പൊ ഇത് റിയാക്ടൻസ് ആണ്, ഇത് പ്രോഡക്റ്റ് ആണ്. എന്താ പ്രോഡക്റ്റ് റിയാക്ടൻസ് എന്ന് പറഞ്ഞാല് ആദ്യം നമ്മൾ വെച്ചു കൊടുത്ത റിയാക്ടൻസ് എന്ന് പറയും, നമുക്ക് കിട്ടുന്നതാണ് പ്രോഡക്ട്സ്. അപ്പോ ഇവിടെ നമ്മൾ ഈ എഴുതിയതില് ഇവിടുത്തെ തോറിയം പ്ലസ് ഇലക്ട്രോൺസ് ഒക്കെയാണ് ഇവിടെ ഉണ്ടാവുക റിയാക്ടന്റ് ആയിട്ട്. പ്രോഡക്റ്റിൽ ഒരുപാട് എനർജിയാണ് ഉണ്ടാവുക, ഒരുപാട് എനർജി. അപ്പൊ ഇതെല്ലാം എനർജിയാണ്, എനർജി. പിന്നെ ചെറിയ ആറ്റംസ് ഉണ്ടാവുള്ളൂ. ഈ തോറിയം എന്ന് പറയുന്നത് 95 ഗ്രാം അറ്റോമിക് മാസ് ഉള്ള അല്ലെങ്കിൽ 120 192 ഒക്കെ മാസ് ഉള്ള മെറ്റീരിയൽ ആണ്. അപ്പൊ അതിനേക്കാൾ മാസ് കുറഞ്ഞ മെറ്റീരിയൽ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഇവിടെ ABCD എന്നുള്ള ലെറ്റർ ഉപയോഗിച്ച് ഞാൻ എഴുതാണ്. ഈ തോറിയത്തെക്കാളും മാസ് കുറഞ്ഞ കെമിക്കൽസ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുക. അപ്പൊ നമ്മൾ ഇതിന്റെ മാസ് മാത്രം നോക്കുകയാണ്, ഈ പ്രോഡക്റ്റ് സൈഡിലെ മാസ് മാത്രം നോക്കുകയാണെങ്കിൽ തോറിയത്തിന്റെ അത്ര മാസ് ഉണ്ടാവില്ല. അപ്പൊ കൺസർവേഷൻ ഓഫ് മാസ് ചിലപ്പോ അവിടെ ഒബേ ആവില്ല. കൺസർവേഷൻ ഓഫ് മാസ് മാത്രം. കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റിലും റിയാക്ടറിലും ഒരേ മാസം ആവണം എന്നാണ്. ഇവിടെ 50, ഞാനൊരു ഉദാഹരണം പറയാണ്, ഇവിടെ 50 ഉണ്ടെങ്കിൽ ഇവിടെ ചിലപ്പോൾ 20 കിലോനെ ഉണ്ടാവുള്ളൂ. 50 കിലോ ഉള്ളത് 20 കിലോനെ ആയിട്ട് മാറിണ്ടാവും. ബാക്കി മാസം എന്താ ആയത്? ബാക്കി മാസം എന്തായിട്ടുണ്ടാവും? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? 30 കിലോഗ്രാം തോറിയം എടുത്തിട്ട് റിയാക്ഷൻ നടത്തിയപ്പോ, ഒരു ന്യൂക്ലിയർ റിയാക്ടറിൽ നടത്തിയപ്പോ ഔട്ട്പുട്ടിൽ വന്ന മാസിന് 20 കിലോഗ്രാമേ ഉള്ളൂ. ബാക്കി മാസ് 30 കിലോഗ്രാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. നഷ്ടപ്പെടണമെങ്കിൽ ഒരുപാട് റിയാക്ഷൻ നടക്കണം കേട്ടോ. ഒരുപാട് റിയാക്ഷൻ, ഒരുപാട് ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി ഉണ്ടായിട്ടുണ്ടാവും ആ ഒരു റിയാക്ഷനിൽ. ബാക്കി മാസിന് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും എന്നൊന്ന് പറഞ്ഞേ. ബാക്കി മാസം എന്തായിട്ടുണ്ടാവും? എനിവൺ പറഞ്ഞോ. എനർജി ആയിട്ടുണ്ടാവും, എനർജി ആയി കൺവേർട്ട് ആയിട്ടുണ്ടാവും. നമ്മൾ മാസ് മാത്രം എടുക്കുകയാണെങ്കിൽ അത് ശരിയാവില്ല. കൺസർവേഷൻ ഓഫ് മാസ് ഇവിടെ ശരിയാവില്ല. അപ്പൊ എനർജി മാത്രം എടുത്താലോ റിയാക്ടറിൽ എനർജി 0 ആവും ചിലപ്പോ, പ്രോഡക്റ്റിൽ ഒരുപാട് എനർജി ഉണ്ടാവും. അപ്പൊ രണ്ടും കൂടി മേർജ് ചെയ്ത് നോക്കുകയാണെങ്കിൽ സെയിം ആവും. അതുകൊണ്ടാണ് ന്യൂക്ലിയർ റിയാക്ടറിൽ മാസ് എനർജി കൺസർവേഷനാണ് ഒബേ ചെയ്യുന്നത്. ഇനി അതിന്റെ ഇക്വേഷൻ ഒക്കെ ഉണ്ട്. ഐൻസ്റ്റീന്റെ പ്രധാനപ്പെട്ട ഇക്വേഷൻ ആണ് E=mc² എന്ന്. അതിനെ ബേസ് ചെയ്തിട്ടാണ് എനർജി മാറുന്നത്. അപ്പൊ 1 കിലോഗ്രാം എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ എനർജി ആക്കി മാറ്റിയാൽ ഒരുപാട് എമൗണ്ട് ഓഫ് എനർജി കിട്ടും. E=mc² ആണ്, അതായത് മാസ് ഇൻറ്റു c². വാട്ട് ഈസ് മീൻ ബൈ സി? സി എന്ന് പറയാറുണ്ട് പണ്ട്. സി എന്ന ലെറ്റർ എന്തിനെ സൂചിപ്പിക്കുന്നു അവിടെ E=mc²? അറിയാൻ നോക്കാനാണ് കേട്ടോ. ന്യൂക്ലിയർ ഫിഷനൊക്കെ ഓർമ്മയുണ്ടോന്ന് നോക്കിയാൽ മതി. ആർക്കെങ്കിലും അറിയെങ്കിൽ പറഞ്ഞോളൂ, ഇല്ലെങ്കിൽ ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ പോകുന്നില്ല, നമുക്ക് അതിന്റെ ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഓർക്കാൻ പറ്റുമോ നോക്കാനാണ്. 1 കിലോഗ്രാം മാസ് കൺവേർട്ട് ആയാൽ എത്ര ജൂള് എനർജി ഉണ്ടാവും എന്ന് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അത് ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ വരുന്ന ഭാഗങ്ങളേ ഉള്ളൂ, പക്ഷെ നമുക്ക് കോമൺ ആയിട്ട് അത് അറിയാറുണ്ട്. അറിയാവോ? ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ പറയുള്ളൂ. അപ്പോ മാസ് പ്ലസ് എനർജി കോൺസ്റ്റന്റ് ആയിരിക്കും എന്നതാണ് കൺസർവേഷൻ ഓഫ് മാസ് എനർജി റിലേഷൻ എന്ന് പറയുന്നത്. ന്യൂക്ലിയർ റിയാക്ടറിലാണ് ഒബേ ചെയ്യുന്നത്. ഇത്രയും മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ. ഇനി 1 കിലോഗ്രാം മാസ് കൺവേർട്ട് ആയാൽ എത്ര ജൂള് എനർജി ഉണ്ടാവും എന്ന് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാനിത് വായിച്ചിട്ട് പറഞ്ഞുതരാം. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇത് ഓക്കെ ആണോ? ഇത് മനസ്സിലായോ? ക്ലിയർ ആണോ? റിപ്ലൈ വേണോ? ഇത് മാസും എനർജിയും പ്ലസ് ചെയ്താൽ രണ്ട് ഭാഗത്തും ഈക്വൽ ആയിട്ട് കിട്ടും. ഓക്കെ, ഇൻട്രസ്റ്റ് മനസ്സിലായിട്ടുണ്ട് എന്ന് മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഞാൻ ആ 1 കിലോഗ്രാം മാസ് എനർജി ആക്കി മാറ്റിയാൽ എത്ര ജൂൾ എനർജി ഉണ്ടാവും എന്നത് സിമ്പിൾ ആയിട്ടൊന്ന് എഴുതിത്തരാം. അതാണ് ഐൻസ്റ്റീൻ നോബൽ പ്രൈസ് കിട്ടിയത്. E=mc² എന്ന് പല സ്ഥലത്ത് എഴുതിയിട്ട് ഇങ്ങനെ എന്താ മുട്ടിക്കുന്നത് കാണാം. സംഭവമൊന്നുമില്ല. 1 കിലോഗ്രാം മാസ് എനർജി ആയി മാറുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് എനർജിയാണ്. E എന്ന് പറയുന്നത്
എത്രയാണോ മാസ് 1 കിലോഗ്രാം അല്ല, അപ്പൊ 1 ഇട്ട് കൊടുത്താൽ മതി എമ്മിന്റെ സ്ഥാനത്ത്. സിയുടെ വാല്യൂ ആണ് 3 × 10⁸ അതിന്റെ സ്ക്വയർ. ഈ 10⁸ എന്ന് പറഞ്ഞാല് 3ന്റെ കൂടെ 8 പൂജ്യങ്ങൾ ഉണ്ടാവും, അതിന്റെ സ്ക്വയർ ആണ്. അപ്പോ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് 3ന്റെ കൂടെ 8 8 16 സീറോസ് ഇട്ടാല്, ഞാൻ ഇതിൽ കൊള്ളുമെന്ന് അറിയില്ല, 16 സീറോസ് ഇട്ടാല് എത്ര ഉണ്ടാവോ അത്രയും ജൂൾ എനർജിയാണ് ഉണ്ടാവുക. അപ്പൊ 1 കിലോഗ്രാം മാസ് എനർജി ആയി മാറുകയാണെങ്കിൽ എത്ര വായിക്കാന്ന് എനിക്കറിയില്ല. 3ന്റെ കൂടെ 16 പൂജ്യം നിരത്തിയിട്ടാൽ എത്രയാണോ വായിക്കുക അത്രയും എമൗണ്ട് എനർജിയാണ് കിട്ടുക 1 കിലോഗ്രാം സബ്സ്റ്റൻസ് എനർജി ആയി മാറിയാൽ ഒരു ന്യൂക്ലിയർ റിയാക്ടറിൽ. അപ്പൊ ഇറ്റ്സ് എ വെരി ഹ്യൂജ് എമൗണ്ട് അല്ലേ? വലിയ എമൗണ്ട് അല്ലേ? 3ന്റെ കൂടെ 16 സീറോ നിരക്കിനിട്ടാ വായിക്കാൻ പറ്റാത്തൊരു സംഖ്യ ഉണ്ടാവും, അത്രയും ജൂള്. മനസ്സിലായോ? ഇസ് ഇറ്റ് ക്ലിയർ? അപ്പൊ അത്രയും എമൗണ്ട് ഓഫ് എനർജിയാണ് നമുക്ക് 1 കിലോഗ്രാം സബ്സ്റ്റൻസിൽ നിന്നും കൺവേർട്ട് ആവുന്നത്. അപ്പൊ ഞാനിപ്പോ ഈ പറഞ്ഞ ഉദാഹരണത്തിൽ 30 കിലോഗ്രാമിന്റെ കുറവ് എന്ന് പറഞ്ഞാൽ അവിടെ 30 × ഈ നമ്പർ അത്രയും എമൗണ്ട് ഓഫ് എനർജി അവിടെ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടാവും. അപ്പൊ ന്യൂക്ലിയർ റിയാക്ടറിൽ അത്രയൊന്നും മാസ് ഇടൂല, കുറച്ച് മാസം ഇടുള്ളൂ. അതിൽ തന്നെ ആ കിട്ടുന്ന എനർജി തന്നെ നമുക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാനേ മതിയാകും. അപ്പോ വലിയ എമൗണ്ട് ഓഫ് എനർജി ഉണ്ടായി കഴിഞ്ഞാൽ ന്യൂക്ലിയർ റിയാക്ടർ അടക്കം പൊട്ടിത്തെറിച്ച് പോവുക ചെയ്യാം. കൺട്രോൾഡ് ന്യൂക്ലിയർ റിയാക്ഷൻ ആണ് നമുക്ക് ന്യൂക്ലിയർ റിയാക്ടറിൽ നടത്താൻ പറ്റുള്ളൂ. അൺകൺട്രോൾ ആയി പോയ ആറ്റം ബോംബായിട്ട് പോകും, മൊത്തത്തിൽ പൊട്ടിത്തെറിച്ച് പോകുന്നതായിട്ട്. അപ്പോൾ അതാണ് ആറ്റോമിക് ന്യൂക്ലിയർ റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞാല് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു സ്ഥലം ഫുൾ അങ്ങോട്ട് കത്തിപ്പോവും, അതാണ് ഉണ്ടാവുക. കാരണം അതിന്റെ റിലേഷൻ കണ്ടുപിടിച്ച് തന്നത് ഐൻസ്റ്റീൻ ആണ്. ആ ഒരു സെക്കൻഡ് വേൾഡ് വാറിന്റെ ആ ഒരു ടൈമിലൊക്കെയാണ് ഇതിന്റെ ഒക്കെ പിന്നിൽ ഒരുപാട് കഥകളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഞാൻ അതാണ് സംഭവം എന്ന് ഓർത്തുവരിക മാത്രമാണ് ഇപ്പൊ ചെയ്യുന്നത്. ഓക്കെ, ഇനി അപ്പൊ ആ ഒരു കൺസർവേഷൻ ഓഫ് മാസ് എനർജി ആണ്, റിലേഷൻ ആണ് ന്യൂക്ലിയർ റിയാക്ടറിൽ ഉള്ളത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ആ ഒരു ക്വസ്റ്റ്യനിലൂടെ ജസ്റ്റ് നമ്മളൊന്ന് പോവാണ്. നമ്മൾ ഇന്നലെ ചെയ്ത ക്വസ്റ്റ്യനെ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാല് അതിൽ നിന്നും വരാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇത്, അല്ലെങ്കിൽ കൺസർവേഷൻ ഓഫ് മാസുമായിട്ട് കണക്ട് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. എ ബ്ലോക്ക് ഓഫ് മാസ് 0.5 കിലോഗ്രാം സ്ലൈസ് ഡൗൺ സ്മൂത്ത്ലി ഓൺ എ കർവ്ഡ് പാത്ത്. അപ്പൊ ഇവിടുന്നും എന്ത് ചെയ്യാണ്, ഈ ഒരു മാസ് താഴേക്ക് ഈ ഒരു കർവ്ഡ് പാത്തിലൂടെ താഴേക്ക് വരിക. അപ്പൊ അതിന്റെ മാസ് ഇവിടെ തന്നിട്ടുണ്ട്. വാട്ട്സ് എ മാസ്? ഇതിന്റെ മാസ് എത്രയാണ്? ബ്ലോക്ക് ഓഫ് മാസ് എത്രയാണ് തന്നത് എന്ന് പറഞ്ഞേ, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്താലും മതി. 0.5 kg ആണ്. അത് മാസ് നമുക്ക് കിട്ടി. ഇനി താഴേക്ക് വരുന്നുണ്ട്, ഹൈറ്റ് തന്നിട്ടുണ്ട് 2.5 മീറ്ററിലാണ് വെച്ചിട്ടുള്ളത്. വളഞ്ഞിട്ട് ഇങ്ങനെയാണ്, കേർവ്ഡ് ആയിട്ടുള്ള പാത്താണ് താഴെ എത്തുന്നത്. അപ്പോ ആദ്യത്തെ പൊസിഷൻ എ ആണ്, രണ്ടാമത്തെ പൊസിഷൻ ബി ആണ്. Falls on a vertical height of 2.5 to reach a falls on B. On energy conservation, calculate the energy of the block at point A. ബ്ലോക്ക് അറ്റ് പോയിന്റ് എയിലും ബിയിലുള്ള സ്പീഡുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ ഇവിടെയുള്ള ടോട്ടൽ എനർജി എത്രയാണ്? ആൻഡ് ദ എനർജി ഓഫ് ദി ബ്ലോക്ക് അറ്റ് പോയിന്റ് എ, ദ സ്പീഡ് ഓഫ് ദി ബ്ലോക്ക് അറ്റ് പോയിന്റ് ബി. ബിയിലെ വെലോസിറ്റി എത്രയായിരിക്കും എന്നും നമുക്ക് കണ്ടുപിടിക്കണം. അതായത് ഒരാൾ ഇവിടുന്ന് ഒരു കല്ലെടുത്താണ്ട് ഇങ്ങനെ എറിഞ്ഞു, ഇതുപോലെ ഒരു പാത്തുണ്ട്, ഒരു വളഞ്ഞ വഴിയുണ്ട്, അവിടെ എന്തോ വെച്ചു കൊടുത്തിട്ടുണ്ട്. അതിന്റെ മുകളിൽ കൂടി ഇങ്ങനെ സ്പീഡിൽ വന്നാല് ബി എന്ന പൊസിഷനിൽ എത്തുമ്പോൾ അതിന്റെ വെലോസിറ്റി അതല്ലെങ്കിൽ സ്പീഡ് എത്രയാണ് എന്നും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യന് എ എന്ന പൊസിഷനിൽ എത്ര എനർജി എന്നാണ്. എനർജി എത്രയാണ് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ എനർജി കണ്ടുപിടിക്കാൻ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കൂട്ടിയാൽ മതി. അപ്പോ ഞാനിതാ ഈ പേനനെ എവിടുന്ന് ഇങ്ങനെ ഇട്ടാല് ഇങ്ങനെ താഴെ വന്ന പോലെ ആയിരിക്കും, ഇങ്ങനെ വന്ന പോലെ, വളഞ്ഞിട്ട് ഇങ്ങനെ വന്ന പോലെ. ഫാസ്റ്റ് ഞാൻ ഇവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കുമ്പോ എ എന്ന പൊസിഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെ എ എന്ന പൊസിഷനിൽ നിൽക്കുമ്പോൾ അതിന് സ്പീഡ് ഉണ്ടോ, വെലോസിറ്റി ഉണ്ടോ? സ്റ്റാർട്ടിങ് ഇങ്ങനെ നിൽക്കുകയാണ്, അതിന് സ്പീഡ് ഉണ്ടോ, വെലോസിറ്റി ഉണ്ടാവും? ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ വെലോസിറ്റി ഉണ്ടാവും? എനിവൺ? ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ അതിന് വെലോസിറ്റി സ്പീഡ് ഇല്ലല്ലോ.
സ്പീഡ് 0 ആണ്. അപ്പൊ കൈനറ്റിക് എനർജി ഉണ്ടാവുമോ? ഒരു ഒബ്ജക്റ്റിന് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാല് ഒബ്ജക്റ്റ് മൂവ് ചെയ്താലേ ഉണ്ടാവുന്ന എനർജിയാണ്. അപ്പൊ ഒബ്ജക്റ്റ് ഇവിടെ അനങ്ങാന്ന് കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി 0 ആണെന്ന് മനസ്സിലായോ? കൈനറ്റിക് എനർജി 0 ആണ്. പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനുള്ള സമവാക്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനുള്ള സമവാക്യം? പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനുള്ള സമവാക്യം എന്താണ് പറഞ്ഞോളൂ. mgh അല്ലേ? മാസും അറിയാം, എച്ചും അറിയാം. ജിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 9.8 ആണ്. ഇല്ലെങ്കിലും അത് അറിയൽ നിർബന്ധമാണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് ജിയുടെ വാല്യൂ. ജി എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അത് 10 ആയിട്ട് എടുക്കാം, 9.8 ആയിട്ടും എടുക്കാം, 9.8. 9ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക്, 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ജീനെ 10 ആയിട്ട് എടുക്കാം. പക്ഷെ +2 10 ആയിട്ട് എടുക്കാറില്ല. 9.8 എന്ന് തന്നെ എടുക്കുന്നതാണ് നല്ലത്. അങ്ങനെയാണ് വേണ്ടത്. അപ്പോ അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. mgh 0.5 ആണ് മാസ്, 9.8 ആണ് ജി, എച്ച് എത്രയാണ്? 2.5 ആണ്. അതിനെ ഗുണിച്ചപ്പോ കിട്ടിയ ആൻസർ ചെയ്ത് നോക്കാം നിങ്ങൾക്ക്. 12.25 ജൂൾ. കൺഫ്യൂഷൻ ഉണ്ടാവും. പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? പറഞ്ഞോളൂ. 12.25 അല്ലേ? അത് തന്നെയാണ് ടോട്ടൽ എനർജി. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് സം ഓഫ് ദി കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജിയാണ്. അതുകൊണ്ട് ടോട്ടൽ എനർജി എന്ന് പറയുന്നത് 12.5. അപ്പൊ ഒന്നാമത്തേന്റെ ആൻസർ ആയോ ഇപ്പോ? എനർജി ഓഫ് ദി ബ്ലോക്ക് അറ്റ് പോയിന്റ് എ. ആൻസർ ആയല്ലോ. ആൻസർ ഒന്ന് ടൈപ്പ് ചെയ്ത് ചാറ്റ് ബോക്സിൽ ഒരാള്. 12.25 ആണ് ടോട്ടൽ എനർജി അറ്റ് പോയിന്റ് എ. ഇനി ബിയിലുള്ള വെലോസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. ബിയിലുള്ള വെലോസിറ്റി. അതിനു വേണ്ടിയിട്ട് ടോട്ടൽ എനർജി നമുക്ക് ഓൾറെഡി അറിയാം. ഇപ്പൊ നമുക്ക് മനസ്സിലായി പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും കൂട്ടിയതാണ് ടോട്ടൽ എനർജി. അത് എല്ലായിടത്തും സെയിം ആണ് എന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു കൺസർവേഷൻ ഓഫ് എനർജി ഉപയോഗിച്ച്. അപ്പൊ ഇവിടെ എയിലാണെങ്കിലും ഈ ബിയിലാണെങ്കിലും ടോട്ടൽ എനർജി ഇനി എന്തായിരിക്കണം? 12.5 ആയിരിക്കണം. അത് ശരിയാവോ എന്ന് നോക്കാം. അപ്പോ ഒബ്ജക്റ്റ് ഞാൻ ഈ പേനിനെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു കേർഡ് പാത്തിലൂടെ ഇവിടെ ഇങ്ങനെ വളച്ചു വെച്ച എന്തോ ഒരു സാധനം ഉണ്ട്, അതിന്റെ മുകളിൽ കൂടി ഇങ്ങനെ പോയിട്ട് ബി എന്ന പൊസിഷനിൽ എത്തുമ്പോൾ ആ ഇൻസ്റ്റന്റ് ഓഫ് ടൈമില് ഹൈറ്റ് 0 ആയിട്ടുണ്ടോ? താഴെ എത്തിയിട്ടില്ലേ? താഴെ എത്തുന്ന ആ സ്പോട്ടിൽ ഹൈറ്റ് നോക്കുകയാണെങ്കിൽ 0 അല്ലേ? ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് 0 ആയിട്ടുണ്ടോ? താഴെത്തി. ബി എന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ താഴെ എത്തിയിട്ടുണ്ട്. അപ്പൊ അവിടെ ഹൈറ്റ് എത്രയാണ്? പറഞ്ഞോളൂ. ഹൈറ്റ് 0 ആണ്, കാരണം ഗ്രൗണ്ടിലേക്ക് വന്നു. ഹൈറ്റ് 0 ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവുമോ? ഇതാണ് ഇക്വേഷൻ. പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. ഹൈറ്റ് 0 ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എത്ര ആയിരിക്കും? 0 ആയിരിക്കും. കാരണം m × g × 0 ദാറ്റ് ഈസ് 0. 0നെ എന്തുകൊണ്ട് ഗുണിച്ചാലും 0 തന്നെയല്ലേ? അപ്പൊ പൊട്ടൻഷ്യൽ എനർജി 0 ആണ് താഴെ ബിയിൽ. പക്ഷെ കൈനറ്റിക് എനർജി ഉണ്ടാവുമല്ലോ. കൈനറ്റിക് എനർജി ഉണ്ടാവുമല്ലോ. കൈനറ്റിക് എനർജി ഉണ്ടാവും. നല്ല സ്പീഡിൽ പോവാണ്. അവിടെ എത്തുന്ന സ്പോട്ടിൽ വേണമെങ്കിൽ അതിനെ തട്ടിത്തെറിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. കൈനറ്റിക് എനർജി ഉണ്ടാവും. കൈനറ്റിക് എനർജിയുടെ സമവാക്യം നമുക്കറിയാം. അതെന്താണ്? ½ mv² ആണ്. കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനുള്ള സമവാക്യം ഓർമ്മയുണ്ടല്ലോ. ½ mv². അപ്പൊ ഈ ½ mv² ആയിരിക്കും 12.25 ടോട്ടൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി ഇല്ല. അപ്പൊ പിന്നെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് നമ്മൾ മുന്നേ കണ്ടുപിടിച്ചത് തന്നെയാണ് ഇവിടെയും വരിക. ½ mv² എന്ന് പറയുന്നത് 12.25 ആയിരിക്കും ടോട്ടൽ എനർജി. അത് തന്നെയാണ് കൈനറ്റിക് എനർജി. കിട്ടിയോ നോക്കുക. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് സം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ആണ്. ബി എന്ന പൊസിഷനിൽ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്, കാരണം ഹൈറ്റ് ഇല്ല. അപ്പൊ പിന്നെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി മാത്രമാണ്. അതിന്റെ ഇക്വേഷൻ ½ mv² ആണ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ അതിന്റെ വാല്യൂ 12.25 ആണ് ടോട്ടൽ എനർജി മുകളിൽ കിട്ടിയത്. അത് തന്നെയാണ് ഇവിടെയും ടോട്ടൽ ആകെ വരിക. അവിടെ ഉണ്ടായിരുന്ന ആകെ തന്നെയാണ് ഇവിടെയും വരുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനെ റീഅറേഞ്ച് ചെയ്താൽ, ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും, സ്പീഡ് കിട്ടും. v ആണ് വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത്.
അപ്പൊ ഹാഫിനെ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ ഇൻറ്റു 2 ആവും. ഹാഫിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോ ഇൻറ്റു 2 ആവുന്നു. എമ്മിനെ മുകളിലായതുകൊണ്ട് താഴേക്കും പോവും. എം മുകളിലായതുകൊണ്ട് അത് താഴേക്കും പോവും. അപ്പൊ 0.5 ആണ് താഴേക്ക് വന്ന എം. ഡിവൈഡ് ബൈ 2 ഉണ്ടായിരുന്ന ഇക്വേഷൻ അപ്പുറം പോകുമ്പോൾ മുകളിൽ എഴുതും. ഉണ്ടാവും. അപ്പൊ വി സ്ക്വയർ എന്ന് പറയുന്നത് എന്തായി? 12.5 ഇൻറ്റു 2 ബൈ 0.5. 0.5 എന്ന് പറഞ്ഞാല് ഹാഫ് ആണ്, പകുതിയാണ്. അപ്പൊ അടുത്ത സ്റ്റെപ്പില് 12.25 ഇൻറ്റു 4 ചെയ്താൽ കിട്ടുന്ന ഇതുവരെ മനസ്സിലായോ? വി സ്ക്വയർ. ഇനി ഇത് ചെയ്താൽ മതി. അപ്പൊ അടുത്ത സ്റ്റെപ്പിലുണ്ട്. ഇതുവരെ ക്ലിയർ ആണെങ്കിൽ അടുത്ത പേജിലേക്ക് പോകണം. വി സ്ക്വയർ ആണ് നമുക്ക്. വി സ്ക്വയറിന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെലോസിറ്റി കിട്ടുകയും ചെയ്യും. അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ കണ്ടുപിടിച്ചത്. ക്ലിയർ ആണോ? അടുത്ത പേജിലേക്ക് ഒന്ന് ഡൗട്ടിനെ പറഞ്ഞോ. ഡൗട്ട് നോക്കാം. അടുത്ത പേജില് 12.525 ഇൻറ്റു 4. താഴെ ഇൻറ്റും താഴെയാണ്. ഇൻറ്റും 2 ഉണ്ട്. അതുപോലെ ഡിവൈഡഡ് ബൈ 0.5 ഉണ്ട്. അതിന് ഈ 0.5 മുകളിലേക്ക് എഴുതുമ്പോഴാണ് ഇവിടെ 4 എന്ന് വന്നത്. ഇനിയിപ്പോ 4 എങ്ങനെ കിട്ടിയെന്ന് അറിയില്ലെങ്കിൽ മുമ്പത്തെ സ്റ്റെപ്പ് അതുപോലെ സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയാൽ മതി. 0.5 കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്ത് നോക്കിയാല് സെയിം ആൻസർ തന്നെയാണ് കിട്ടുക. വി സ്ക്വയറിന് 49 എന്ന് കിട്ടും. 49. 49ന്റെ റൂട്ട് എത്രയാണെന്ന് അറിയാവോ? ഏതോ 2 സംഖ്യകൾ ഗുണിച്ചാൽ 49 കിട്ടും. അപ്പൊ സ്ക്വയർ റൂട്ട് 49 ആണ് നമുക്ക് കിട്ടുന്ന റൂട്ട് 49 ആണ് 7 മീറ്റർ പെർ സെക്കൻഡ് ആണ് ആ ഒരു ബ്ലോക്ക് താഴെ എത്തുമ്പോൾ അതിന്റെ സ്പീഡ്. താഴെ എത്തുമ്പോൾ അതിന്റെ സ്പീഡ് എന്താണ്? 7 മീറ്റർ പെർ സെക്കൻഡ്. ഇതെങ്ങനെയാണ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൺസർവേഷൻ ഓഫ് എനർജിയുടെ മുകളിലത്തെ വാല്യൂസ് അറിയാം, താഴത്തെ വാല്യൂസും ടോട്ടൽ എനർജി സെയിം തന്നെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴാണ് നമുക്ക് ആൻസർ കിട്ടിയത്. ഒന്നുകൂടി ഏതെങ്കിലും ഭാഗം ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാട്ടോ. വി സ്ക്വയർ എങ്ങനെ വി ആയി കിട്ടിയത് എന്നുള്ളത്. ഒന്നുകൂടി പറയോ? ഓക്കെ. ഇവിടെ നമ്മൾ ആദ്യം ചെയ്തത് ഈ ലാസ്റ്റത്തെ സ്റ്റെപ്പ് മാത്രമാണോ കൺഫ്യൂഷന്, അതോ ഫസ്റ്റ് ഭാഗം ഉണ്ടോ? ലാസ്റ്റില് ഇത് ഈ സ്റ്റെപ്പാണോ? ഇത്രയും ഭാഗം ഇതില്ല, താഴ്ഭാഗത്തില്ല. ഈ സ്റ്റെപ്പ് ആണെങ്കിൽ നമുക്ക് പ്രീവിയസ് പേജിലേക്ക് പോവാം. അല്ല, താഴത്തത് ലാസ്റ്റത്തത്. ഇതോ ഇതോ അത് ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് പറഞ്ഞിട്ടില്ല. ഇത് വേറെ രൂപത്തിൽ ചെയ്യുന്ന രൂപമാണ്. ഇത് ഞാൻ പറഞ്ഞിട്ടില്ല. വേറെ രൂപത്തില് ഇങ്ങനൊന്നും സ്റ്റെപ്പ് ഇല്ലാതെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന രൂപമാണ് അവിടെ പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞുതരാം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ അറിഞ്ഞിരിക്കണം. 3 ചലന സമവാക്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് അറിയാവോ? എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും, ഞാൻ തന്നെ കഴിഞ്ഞ പറഞ്ഞിട്ടുണ്ടാവും. വി ഈക്വൽ ടു യു പ്ലസ് എ ടി, വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഇതിൽ ഈ ലാസ്റ്റത്തെ ഇക്വേഷൻ ആണ് ഇവിടെ അപ്ലൈ ചെയ്തത്. ന്യൂട്ടന്റെ ചലന സമവാക്യങ്ങളിൽ നിന്നും കണ്ടുപിടിച്ച 3 ഇക്വേഷൻ ഓഫ് മോഷൻ ആണ് ഇവിടെ നമുക്ക് ആവശ്യമുള്ളത്. അതിലൊന്നാണ് വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഇത് കാണാൻ പഠിച്ചു വെക്കേണ്ട ഇക്വേഷൻ. ഇത് എത്ര പേർക്ക് അറിയും? ഇതറിയും എന്നുണ്ടെങ്കിൽ നമ്മൾ ഫൈനൽ ഇക്വേഷൻ കാണാൻ ഇത്രയൊന്നും പണിയില്ലാതെ ചെയ്യാൻ പറ്റും. ഇത് ഓർമ്മ ഉണ്ടായിരിക്കല്ലോ. ഈ 3 ഇക്വേഷൻ കാണാൻ പഠിക്കേണ്ടി വരും. കാരണം നമുക്ക് വേറെ ഏതെങ്കിലുമൊക്കെ എക്സാമ്പിൾസ് വരുമ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്ന ഇക്വേഷൻ. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ഫസ്റ്റ് ചാപ്റ്ററിൽ ചെറുതായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇതിൽ വി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത് ഒറ്റയടിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. ഇത് കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്യണോ? ഈ ഇക്വേഷൻ മാത്രം പറഞ്ഞുതരാം. നോക്കിക്കോ. വി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി ആണ്. യു എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി ആണ്.
എ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ആണ്, എസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതറിയില്ലെങ്കിൽ എഴുതി വെക്കണം, എന്നാലേ ബാക്കി എഴുതാൻ പറ്റുള്ളൂ. അറിയോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അറിയോ ഇല്ലയോ എന്ന് പറഞ്ഞാണേ. വി എന്ന് പറഞ്ഞാൽ സാറിന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞതല്ലേ ഇത്? പറഞ്ഞു തന്നിരുന്നു. ഓക്കെ. ഞാൻ ഇത് കംപ്ലീറ്റ് എഴുതിയെടുക്കാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. അപ്പോ വി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി ആണ്, യു എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി ആണ്, എ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ആണ്, എസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേഗം കിട്ടും. വി ഫൈനൽ വെലോസിറ്റി ആണ്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. യു ഇനീഷ്യൽ വെലോസിറ്റി ആണ്. അപ്പൊ പേന ആദ്യം ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? പേനയുടെ ആദ്യത്തെ വെലോസിറ്റി ഫസ്റ്റ് 0 അല്ലേ? പേനയുടെ ആദ്യത്തെ സ്റ്റാർട്ടിങ് വെലോസിറ്റി 0 അല്ലേ? ആദ്യം ഇങ്ങനെ അനങ്ങാതെ പിടിച്ചിട്ട് വല്ല വിടുമ്പോഴല്ലേ പോകുന്നത് അല്ലേ? സ്റ്റാർട്ടിങ് വെലോസിറ്റി 0 ആണ്, അതുകൊണ്ട് യുക്ക് 0 കൊടുക്കാം. പിന്നെ +2 അതുപോലെ എഴുതാം. ആക്സിലറേഷന്റെ വാല്യൂ 9.8 ആണ്. എസിന്റെ വാല്യൂ ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര ദൂരം കവർ ചെയ്തിട്ടുണ്ട്, ഹൈറ്റ് എത്ര ഹൈറ്റിലേക്കാണ് ഇത് മാറിയത്? ഡിസ്പ്ലേസ്മെന്റ് ആണ്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണല്ലോ, അതായത് ആ ഹൈറ്റ് എത്രയാണ്? 2.5 ആണ്. അപ്പൊ 2 × 9.8 × 2.5 ചെയ്താൽ മതി. 2 × 2.5 5 ആണല്ലോ. ഫസ്റ്റത്തും ആദ്യത്തും ഗുണിച്ചാൽ 5 ആണ്. അപ്പൊ 5 × 9.8 ഗുണിച്ചാൽ ആൻസർ കിട്ടും. അത് ആൻസർ 49 ആണ്. അത് വേറെ രൂപത്തിൽ ചെയ്തതാണ് കേട്ടോ. ഇതാണ് ഈസി, പക്ഷെ അതിന് ഇക്വേഷൻ ഓർമ്മ വേണം. എന്നാൽ ഇന്ന് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വിയും യുവും എസ് ഒക്കെ തന്നിട്ടുണ്ട്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ v² കിട്ടും. v² റൂട്ട് എടുത്തു കഴിഞ്ഞാൽ 49 റൂട്ട് എടുത്തു കഴിഞ്ഞാൽ 7 കിട്ടും. 2 രൂപത്തിൽ ചെയ്തതാണ് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. റെഡി ആയോ? Is it clear? ചെയ്തോ? കഴിഞ്ഞോ? ഓർമ്മയില്ലാത്തവർ ആദ്യം അതിന്റെ ടേംസ് ഒക്കെ എഴുതി പഠിച്ചിട്ട് വേണം കേട്ടോ. ക്ലിയർ അല്ലേ? വായിക്കട്ടെ. Is it clear? ഇങ്ങനെയുള്ള എക്സാമ്പിൾസും കൂടെ വേണം. ഈ 3 ഇക്വേഷൻ അറിഞ്ഞാലും മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി കൺസർവേറ്റീവ് ഫോഴ്സ് എന്താണ്, നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്താണ് എന്നുള്ള 2 കോൺസെപ്റ്റ് ആണ് ഇനി നമുക്ക് വേണ്ടത്. അതായത് ഒരു ക്വാണ്ടിറ്റി, ഒരു ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് എന്നൊക്കെ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റിനെ പാത്ത് ഡിപ്പെൻഡ് ആണെങ്കിൽ, അതായത് നമ്മൾ ഏത് വഴിയാണ് വന്നത് എന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവയാണ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയാം. കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് പാത്ത് ആവശ്യമില്ലാത്തത്. നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പാത്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഭാഗം നോക്കുക. It does not depend on the path followed to reach B from the starting point A. നമ്മൾ വന്ന വഴി പാത്ത് നോക്കാതെ ഒരു ക്വാണ്ടിറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് കൺസർവേറ്റീവ് ഫോഴ്സ്. ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾസ് നമ്മൾ കംപ്ലീറ്റ് നോക്കണം. സിംപ്ലി ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഇവിടെ A to B വരാന് നേരെ വഴിയുണ്ട്, പാത്ത് 1 വഴിയുണ്ട്, പാത്ത് 2 വഴിയുണ്ട്. അപ്പൊ ഒരു ഒബ്ജക്റ്റ് എയിൽ നിന്നും ബിയിൽ എത്താൻ ഒന്നാമത്തെ വഴിയിലൂടെ വന്നാലും രണ്ടാമത്തെ വഴിയിലൂടെ വന്നാലും സംഗതി റിസൾട്ട് കിട്ടും. ഏത് വഴിയാണ് വന്നത് എന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള ഫോഴ്സുകളെയാണ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയാം. ഇപ്പൊ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, നമ്മളിപ്പോ ചെയ്ത ഫോഴ്സ് ഉണ്ടല്ലോ, നമ്മളിപ്പോ നേരത്തെ ചെയ്ത ഈ ഒരു എക്സാമ്പിളില് ഹൈറ്റ് എടുത്തത് നേരെയുള്ള ഈ ഒരു ഹൈറ്റ് മാത്രമേ എടുത്തുള്ളൂ. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് ഇപ്പൊ നമ്മൾ ഈ ഒരു ഹൈറ്റ് മാത്രമല്ല എടുത്തത്. ഒരാൾ ഇങ്ങനെ ഒരു കല്ലിനെ പിടിച്ചിട്ട് ഇങ്ങനെ ഏത് വഴി വെച്ചാലും ഫൈനലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈറ്റ് ഡിഫറൻസ് മാത്രമേ നമുക്ക് നോക്കുന്നുള്ളൂ. പൊട്ടൻഷ്യൽ എനർജി നോക്കിയപ്പോ ഹൈറ്റ് മാത്രമല്ലേ അവിടെ ഡിപ്പെൻഡ് ആവുന്നുള്ളൂ, ഹൈറ്റ് മാത്രം. എനർജിയെ നോക്കിയപ്പോ അങ്ങനെ ഹൈറ്റ് മാത്രം എന്ന് പറഞ്ഞാല് ഏത് വഴിയാണോ കൊണ്ടുവച്ചത് എന്ന് നോക്കുന്നില്ല.
ഒരു കല്ലിന് ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവെക്കാന് അതിങ്ങനെ വളഞ്ഞ വഴി വന്നാലും അതോ ഹൈറ്റ് ആണ് കേട്ടോ, മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോ ഇങ്ങനെ വെച്ചാലും നേരെ വെച്ചാലും ഇങ്ങനെ വെച്ചാലും എല്ലാം ഹൈറ്റ് സെയിം ആയിരിക്കും. അങ്ങനെ വഴിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഫൈനലി നമ്മൾ ഈ ഹൈറ്റ് മാത്രമേ നോക്കുള്ളൂ. അങ്ങനത്തെ ഫോഴ്സുകളെയാണ് കൺസർവേറ്റീവ് ഫോഴ്സുകൾ എന്ന് പറയാം. ഏത് വഴിയാണോ പാത്തിനെ ഡിപ്പെൻഡഡ് അല്ല, അതാണ് കൺസർവേറ്റീവ് ഫോഴ്സ്. പാത്ത് ഡിപ്പെൻഡഡ് ആണ് എങ്കിൽ അത് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. ഇത് രണ്ടുമാണ് മനസ്സിലാക്കേണ്ടത് ആദ്യം. ഇപ്പൊ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാല് എനിവൺ കൺസർവേറ്റീവ് ഫോഴ്സ് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നോ ഡിപ്പെൻഡൻസ് ഓൺ പാത്ത്. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ പാത്ത് ഫോളോഡ് ബൈ ദ ഒബ്ജക്റ്റ് എന്നൊക്കെ പറയേണ്ടി വരും. ആ ഒരു പോയിന്റ് മനസ്സിലാക്കുക ആദ്യം. ക്ലിയർ ആണോ? അതിന് എക്സാമ്പിൾസും മതി. What is conservative force? It is a force applied that does not depend on the path. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത തരത്തിലുള്ള ഫോഴ്സുകളെയാണ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാലോ അത് ഏത് പാത്തിലൂടെയാണോ ഏത് വഴിയിലൂടെയാണോ അപ്ലൈ ചെയ്തത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോ അതിൽ വേണ്ടത് കൺസർവേറ്റീവ് ഫോഴ്സിന് എക്സാമ്പിൾ ആണ് പറഞ്ഞത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. സം എക്സാമ്പിൾസ് ആർ ഹിയർ. ജസ്റ്റ് നോട്ട് ചെയ്യണം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ഇലാസ്റ്റിക് ഫോഴ്സ്. ഇത് മൂന്നും ഏത് വഴിയാണോ ഫോഴ്സ് കൊടുക്കുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാല് രണ്ട് ഒബ്ജക്റ്റ് രണ്ട് സൈഡിൽ വെച്ച് കഴിഞ്ഞാല് അവ രണ്ടും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഏതാണോ അല്ലെങ്കിൽ ഹൈറ്റ് എത്രയാണോ അതിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പൊട്ടൻഷ്യൽ എനർജി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഹൈറ്റ് മാത്രമേ നോക്കുന്നുള്ളൂ. ഒരേ ലെവലിലുള്ള എല്ലാവർക്കും ഒരേ പൊട്ടൻഷ്യൽ എനർജി ആണ് എന്നാണ് നമ്മൾ ഫിക്സ് വെച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാല് ഇപ്പൊ സയന്റിഫിക് വർക്കും അതുപോലെ തന്നെ ആക്ച്വൽ വർക്കും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പറഞ്ഞു തന്നിരുന്നു. അതുപോലെയാണ് ആക്ച്വലി നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സയന്റിഫിക് വർക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഇടയിലുള്ള ഡിസ്പ്ലേസ്മെന്റിനെ മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ. അങ്ങനെയുള്ളത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ഫൈനൽ പോയിന്റും ഇനീഷ്യൽ പോയിന്റും മാത്രം നോക്കുമ്പോഴാണ് അങ്ങനെയുള്ള ഫോഴ്സുകൾ അങ്ങനെയുള്ള കേസുകളിലാണ് ഇതൊക്കെ വരിക. ഇപ്പൊ ഇവിടെ ഒരു താഴെയുള്ള എക്സ്പ്ലനേഷൻ നോക്കാം. കൺസർവേറ്റീവ് ഫോഴ്സ് ഹാസ് എ പ്രോപ്പർട്ടി ദ വർക്ക് ഡൺ ബൈ ദ കൺസർവേറ്റീവ് ഫോഴ്സ് ഈസ് ഇൻഡിപെൻഡന്റ് ഓൺ ദ പാത്ത്. ഏത് പാത്തിലൂടെയാണോ എന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. വർക്ക് അങ്ങനെ തന്നെ അല്ലേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യല്. ഓൺലി ദ ഡിഫറൻസ്, ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസ് മാത്രമേ നോക്കാറുള്ളൂ. അപ്പോൾ ഇവിടുന്ന് വേണ്ടത് ഇതാണ്. ഡെഫിനിഷനും എക്സാമ്പിളും ഇതാണ് ചോദിക്കുക. വൺ വേർഡിലൊക്കെ ഈ ഒരു കോൺസെപ്റ്റ് ഉണ്ടോ എന്നറിയാനാണ് ഇവിടുന്ന് ക്വസ്റ്റ്യൻ തരുന്നത്. അപ്പൊ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസർവേറ്റീവ് ഫോഴ്സ് എനിവൺ? കൺസർവേറ്റീവ് ഫോഴ്സ് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞോ. ചെയ്യുന്നില്ല. നോട്ട് ഡിപ്പെൻഡന്റ് ഓൺ ദ പാത്ത്. എന്നാൽ ഇവിടെ നോക്കാം. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവയാണ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ is a good example of non-conservative force. ഫ്രിക്ഷണൽ ഫോഴ്സ്, ഒരു സ്മൂത്ത് വഴി, ഡയറക്റ്റ് ആയിട്ടുള്ള സ്മൂത്ത് വഴിയുണ്ട്, ഇങ്ങനെയുള്ള വളഞ്ഞു തിരിഞ്ഞുള്ള വഴിയുണ്ട്. ഫ്രിക്ഷൻ അതായത് ഇതിനെ നിരത്തിയിട്ട് വേണം കൊണ്ടുപോകാൻ. അപ്പോ കൂടുതൽ വഴി ഉണ്ടാവുമ്പോ ഫ്രിക്ഷണൽ ഫോഴ്സ് അതിന്റെ ആ ഒരു പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഓപ്പോസിറ്റ് ഫോഴ്സിനെയാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് നമ്മൾ പഠിച്ചു. അപ്പോ ഫ്രിക്ഷണൽ ഫോഴ്സ് പോലെയുള്ള ഫോഴ്സുകൾക്ക് പാത്ത് ഡിപ്പെൻഡൻസി ഉണ്ട്.
അങ്ങനെയുള്ള ഫോഴ്സുകളെയാണ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയാം. ആ ഡെഫിനിഷനും എക്സാമ്പിളും ആണ് വേണ്ടത്. ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഈസ് എ ഗുഡ് എക്സാമ്പിൾ ഓഫ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. അപ്പോൾ ഒരു റഫ് ഹൊറിസോണ്ടൽ സർഫേസ് ബ്ലോക്ക് ഓഫ് മാസ് m ഈസ് മൂവിങ്, അവിടെ ആ ഒരു എക്സാമ്പിളിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഭാഗമാണ് അവിടെ കാണുന്നത്. കണ്ടോ? അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കണം. ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ബിക്കോസ് ഇറ്റ് ഡിപ്പെൻഡ് ഓൺ ദ പാത്ത് ഓഫ് ഫോഴ്സ് അപ്ലൈഡ് എന്നുള്ള രൂപത്തിലാണ് ഇതിന് നോട്ട് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? എന്താണ് ഡെഫിനിഷൻ, എക്സാമ്പിൾ? ദെൻ നെക്സ്റ്റ് ഭാഗം ഇലാസ്റ്റിക് ആൻഡ് ഇൻഇലാസ്റ്റിക് കൊളീഷൻ. ഓൾമോസ്റ്റ് ചാപ്റ്റർ ഫിനിഷ് ആവുമ്പോഴാണ് കേട്ടോ. ഒരു രണ്ട് ഒബ്ജക്റ്റുകൾ എടുക്കുമ്പോൾ അവ തമ്മിലുള്ള ഇന്ററാക്ഷൻസ്, അതിനാണ് കൊളീഷൻ എന്ന് പറയുന്നത്. പരസ്പരം കൂട്ടിമുട്ടുക, രണ്ട് കോട്ടികൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ടോട്ടൽ എനർജി എങ്ങനെയായിരിക്കും? അതുപോലെ രണ്ട് ബസ്സുകൾ, രണ്ട് മാസുകൾ പരസ്പരം കൊളീഷനിലായി കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റ് എങ്ങനെ? പക്ഷെ ഇവിടെ ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുമ്പോൾ അറ്റോമിക് ലെവലിലുള്ള കൊളീഷനാണ് കൂടുതൽ പ്രവൃത്തി. രണ്ട് ചെറിയ ആറ്റംസുകൾ പരസ്പരം കൂട്ടിയിരിക്കുമ്പോൾ അവ ഇലാസ്റ്റിക് കൊളീഷനാണ്. അവിടെ എന്തും ഉണ്ടാവില്ല, എനർജി ലോസുകൾ ഉണ്ടാവില്ല. അതിനെയാണ് ഇൻഇലാസ്റ്റിക് കൊളീഷൻസ്, ഇലാസ്റ്റിക് കൊളീഷൻസ് എന്നൊക്കെ പറയാം. അപ്പൊ അത് സംഭവം അതൊന്നും നോക്കാം. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ എന്താണ്? If the force of interaction between the two bodies are conservative, the total energy is conserved. That is, the total kinetic energy before collision is same as that of the after collision. Such collisions are called completely elastic. അപ്പൊ കംപ്ലീറ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഫോഴ്സുകളെല്ലാം കൺസർവേറ്റീവ് ഒബ്ജക്റ്റുകളായിരിക്കും. അതുപോലെ തന്നെ ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആണ്. ടോട്ടൽ എനർജി ബിഫോർ കൊളീഷനും ടോട്ടൽ എനർജി ആഫ്റ്റർ കൊളീഷനും കൺസേർവ്ഡ് ആണ് എന്ന്, അങ്ങനെയുള്ള കൊളീഷൻസ് ആണ് ഇലാസ്റ്റിക് കൊളീഷൻസ്. Perfectly inelastic collision. When two bodies stick together after collision and move on straight unit, it is termed as perfectly inelastic collision. It is like a motion of a bullet embedded on a target. Embedded on a target. അതായത് ഒരു ബുള്ളറ്റ് ഫയർ ചെയ്തപ്പോ ഒരു മരത്തിന്റെ കഷ്ണത്തിലാണ് തട്ടിയത്. ആ മരം കൂടി അതേ സ്പീഡിൽ മൂവ് ചെയ്യുമ്പോൾ അവിടെയുള്ള കൊളീഷനാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ. അതായത് അവിടുത്തെ കൺസർവേഷൻ ഓഫ് എനർജി സാറ്റിസ്ഫൈഡ് ആവണം എന്ന് നിർബന്ധം ഇല്ല. ആറ്റോമിക് ലെവലിലുള്ള കൊളീഷൻസ് ഒക്കെയാണ് കംപ്ലീറ്റ്ലി പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ ആയിട്ട് നമ്മൾ പറയാറ് കേട്ടോ. അപ്പൊ രണ്ടിന്റെയും ഡെഫിനിഷൻസ് ആണ് അവിടെ വേണ്ടത്. ജസ്റ്റ് കോൺസെപ്റ്റ് വൈസ് സിമ്പിൾ ഡെഫിനിഷൻസ് മാത്രം മതി. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്താണ്, ഇലാസ്റ്റിക് എന്താണെന്നുള്ള പോയിന്റ് മാത്രം മതി. അതായത് ഫോർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ ടോട്ടൽ എനർജി ഇസ് കൺസേർവ്ഡ്. ആ രൂപത്തിൽ. ഓക്കെ, നെക്സ്റ്റ് ഭാഗം ഇലാസ്റ്റിക് കൊളീഷൻ. ഒരു ഇലാസ്റ്റിക് കൊളീഷന്റെ കേസിൽ കൺസർവേഷൻ ഓഫ് മൊമെന്റം ഒബേ ചെയ്യും. അതിന്റെ ഇക്വേഷന് നമ്മൾ പഠിക്കണം. ഡെറിവേഷന് കൂടുതലായിട്ട് പറയുന്നില്ല, അത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്. പക്ഷെ എന്നാൽ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും, പക്ഷെ കുറച്ച് ടൈം എടുക്കും. അപ്പൊ ആ ഒരു ഇക്വേഷൻ ആദ്യം പഠിക്കുക. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോ ഈ ഒരു ഇക്വേഷന് പ്രാധാന്യമുണ്ട്. ചോദ്യങ്ങൾ ചില ഭാഗങ്ങളൊക്കെ വരും. അപ്പോ രണ്ട് ഒബ്ജക്റ്റ് ആണ് എ ആൻഡ് ബി. രണ്ട് ഒബ്ജക്റ്റ് ഇവിടെ വരച്ചിട്ടുണ്ട്. എ ആൻഡ് ബി എന്ന് പറയുന്ന രണ്ട് ഒബ്ജക്റ്റുകൾ. ഒന്ന് ചെറുതാണെന്ന് വലുതാണ് അല്ലെ? എ എന്ന് പറയുന്നത് ചെറുതും ബി എന്ന് പറയുന്നത് വലുതും ആണ്.
ഈ ഒബ്ജക്റ്റുകളുടെ പേര് കണ്ടോ? ഇത് ബി ആണ്, ഇത് എ ആണ്. അതവിടെ ചെറുതാക്കി എഴുതിയത് കണ്ടോ? ഒന്ന് വായിച്ചേ, പേര് എയും ബി എഴുതിയത് കണ്ടവര്. അവിടെ ബിയും എയും അല്ല എഴുതിയിട്ടുള്ളത്. എന്താ എഴുതിയിട്ടുള്ളത്? VBI എന്നാണ് എഴുതിയിട്ടുള്ളത് അല്ലെ? VAI VBI ആണോ? നോക്കി നോക്കി. VAI, V സഫിക്സ് AI, V സഫിക്സ് AI എന്ന് പറഞ്ഞാൽ V എന്ന് പറഞ്ഞാൽ വെലോസിറ്റി, A എന്ന് പറഞ്ഞാൽ A എന്ന ബോഡി. ഇത് A ബോഡിയാണ്, ഇത് B എന്ന ഒബ്ജക്റ്റ് ആണ്. അപ്പൊ A എന്ന ബോഡിയുടെ ഇനീഷ്യൽ I എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി എന്നാണ് VAI കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ് A ഇനീഷ്യലി, ആദ്യത്തെ വെലോസിറ്റി. അതായത് രണ്ട് ഗോളികൾ തമ്മിൽ കൂട്ടിമുട്ടാണെന്ന് വിചാരിച്ചാൽ മതി. രണ്ട് ഗോട്ടികൾ തമ്മിൽ എന്ത് ചെയ്യണം? പരസ്പരം കൊളൈഡ് ചെയ്യണം, കൂട്ടിമുട്ടണം. അപ്പൊ അങ്ങനത്തെ കേസിൽ ആദ്യത്തെ വെലോസിറ്റിനെ ഞാൻ VAI എന്ന് വിളിച്ചു. രണ്ടാമത്തെ ഒബ്ജക്റ്റിന് VBI. ഇനി രണ്ടും പരസ്പരം കൂട്ടിമുട്ടാണ് കേട്ടോ, പരസ്പരം കൂട്ടിമുട്ടാണ്. എന്നിട്ട് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോവാണ്. ആദ്യം ഇങ്ങനെ വന്ന ഒബ്ജക്റ്റ് കൂട്ടിമുട്ടിയിട്ട് തിരിച്ചു പോവാണ്. അപ്പൊ ഇങ്ങനെ വന്നിട്ട് മുട്ടിയിട്ട് ഇങ്ങനെ തിരിച്ചു പോണ ഒരു വ്യൂ ആണ് നമ്മുടെ മനസ്സിൽ വരേണ്ടത്. ഇങ്ങനെ വന്നിട്ട് കൂട്ടിമുട്ടിയിട്ട് ഇങ്ങനെ തിരിച്ചു പോയി. അപ്പോ ആദ്യം രണ്ടുപേരും അടുത്ത് വരികയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്തത്. പിന്നത്തെ ഫിഗറിൽ രണ്ടും ഇങ്ങനെ പോകുന്നതാണ്, അതായത് കൊളീഷന് ശേഷം തിരിച്ചു പോകുന്നതാണ്. രണ്ടും ഒരേ വെലോസിറ്റി അല്ല, രണ്ടും രണ്ട് വലിപ്പമുള്ള കൂട്ടികളാണ്. ഇങ്ങനെ കൂട്ടിമുട്ടിയാല് ഏതാണോ, ചിലത് നല്ല സ്പീഡിൽ പോകും, ചിലത് ചെറിയ സ്പീഡിൽ പോകും. ഇപ്പൊ നമ്മൾ സാധാരണ ഗോട്ടി കളിക്കുമ്പോ വലിയ ഗോട്ടി അവിടെ ഉണ്ടാവും, ചെറിയ ഗോട്ടി തെറിച്ചിട്ടുണ്ടാവും. അതേപോലെ വെലോസിറ്റികൾ പരസ്പരം ഷെയർ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അവർ തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. കൊളീഷനില് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആവണേ, ഫ്രിക്ഷൻ ഒന്നും കൺസിഡർ ചെയ്യില്ല. നമ്മൾ ഗോട്ടി കളിക്കുമ്പോൾ ഫ്രിക്ഷൻ ഒക്കെ ഉണ്ടാവും, സർഫേസിൽ ഫ്രിക്ഷൻ ഉണ്ടാവും. ആ ഫ്രിക്ഷണൽ ഫോഴ്സ് ഒന്നും ഇവിടെ നോൺ കൺസർവേറ്റീവ് ഫോഴ്സുകളൊന്നും ഉണ്ടാവാൻ പാടില്ല. കൺസർവേറ്റീവ് ഫോഴ്സുകൾ മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് അപ്പൊ മാത്രമേ ഇത് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈ ആവുള്ളൂ മാത്തമാറ്റിക്കലി ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ ഇങ്ങനെ വന്നിട്ട് തിരിച്ചു പോയാൽ ആ സമയത്തുള്ള വെലോസിറ്റികളെ മാർക്ക് ചെയ്ത് നോക്കുക. VAI എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വെലോസിറ്റി, A എന്ന ഒബ്ജക്റ്റിന്റെ ആദ്യത്തെ വെലോസിറ്റി. VBI എന്ന് പറയുമ്പോൾ B എന്ന ഒബ്ജക്റ്റിന്റെ ആദ്യത്തെ വെലോസിറ്റി. ഇനി കൂട്ടിമുട്ടിയ ശേഷം ഒന്ന് സൂം ചെയ്ത് നോക്കി. കൂട്ടിമുട്ടിയ ശേഷം VAF, A എന്ന ഒബ്ജക്റ്റിന്റെ ഫൈനൽ വെലോസിറ്റി. അതുപോലെ തന്നെ VBF, B എന്ന കോട്ടിയുടെ V എന്ന ഒബ്ജക്റ്റിന്റെ ഫൈനൽ വെലോസിറ്റി. റെപ്രസെന്റേഷൻ മനസ്സിലായോ? നോക്കി ഫസ്റ്റ് റെപ്രസെന്റേഷൻ മനസ്സിലായോ? ആണോ? ഇനി കൺസർവേഷൻ ഓഫ് മൊമെന്റം പറയുന്നത് ബിഫോർ കൊളീഷനും ആഫ്റ്റർ കൊളീഷനും മൊമെന്റത്തിന്റെ സമ്മ് ഈക്വൽ ആയിരിക്കും. അതായത് ഇപ്പൊ രണ്ട് കുട്ടികൾ പരസ്പരം കൂട്ടിമുട്ടാണ്. നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഡിസ്കസ് ചെയ്തിരുന്നു. ഒരു ചെറിയ കുട്ടിയുണ്ട്, ചിത എന്ന് പറഞ്ഞിട്ട്, പുറത്ത് മൊബീന എന്ന് പറഞ്ഞിട്ട്, രണ്ടുപേരും എന്ത് ചെയ്യാണ്? ഫൈറ്റ് അല്ല, കൂട്ടിമുട്ടിയതാണ്. അപ്പൊ ഒന്ന് വെലോസിറ്റി കുറവായിരുന്നു, മറ്റേത് വെലോസിറ്റി കൂടുതലാണ്. കൂട്ടിമുട്ടിയ ശേഷം രണ്ടാളും വേറെ വഴിക്ക് തെറിച്ചുപോയി. ഒരാള് നല്ല വെലോസിറ്റി പോയി, ഒരാൾ കുറഞ്ഞ വെലോസിറ്റിയിലും തെറിച്ചുപോയി. അപ്പോ രണ്ട് ബസ്, രണ്ട് കൂട്ടി, രണ്ട് ബുള്ളറ്റുകൾ എന്തും ആവാം. ആ രൂപത്തിൽ നമ്മൾ മനസ്സിൽ കരുതണം. അങ്ങനെയാണെങ്കിൽ അവരുടെ മൊമെന്റങ്ങളുടെ തുക സെയിം ആയിരിക്കുമെന്നാണ് കൺസർവേഷൻ ഓഫ് മൊമെന്റം പറയുന്നത്. വി സ്റ്റഡിഡ് വാട്ട് ഈസ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ഈസ്. എന്താണ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്ന് നമ്മൾ പഠിച്ചതാണ്. ബിഫോർ കൊളീഷൻ ആഫ്റ്റർ കൊളീഷൻ മൊമെന്റത്തിന്റെ തുക സെയിം ആയിരിക്കുമെന്ന് അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇക്വേഷനാണ് നമുക്ക് പഠിക്കേണ്ടത്. മൊമെന്റത്തിന്റെ സമവാക്യം ആർക്കെങ്കിലും പറഞ്ഞുതരാൻ പറ്റുമോ? വാട്ട് ഈസ് ഇക്വേഷൻ ഓഫ് മൊമെന്റം? മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലേ?
മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് മൊമെന്റം. നമ്മൾ പറഞ്ഞതാണ് ആക്കി. ചെറിയ മാസം ആവുമ്പോൾ മാസിന് ആ വെലോസിറ്റി കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന എന്താണ്? അതാണ് മൊമെന്റം. അപ്പോ മൊമെന്റം ബിഫോർ കൊളീഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് പേരുണ്ടല്ലോ. മൊമെന്റം ബിഫോർ കൊളീഷൻ എന്ന് പറഞ്ഞാല് രണ്ട് ഒബ്ജക്റ്റുകളുടെയും മൊമെന്റം കൺസിഡർ ചെയ്യണം. എം എ ഇൻറ്റു വി എ ഐ. എം എ ഇൻറ്റു വി എ ഐ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒബ്ജക്റ്റിന്റെ മാസ് ഇൻറ്റു ആദ്യത്തെ ഒബ്ജക്റ്റിന്റെ ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ്. അങ്ങനെ വായിക്കണത്. ആദ്യത്തെ ഒബ്ജക്റ്റിന്റെ മാസ് ഇൻറ്റു രണ്ടാമത്തെ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ബിഫോർ കൊളീഷൻ. ബിഫോർ കൊളീഷനിൽ ഇവരുടെ രണ്ടുപേരുടെയും വെലോസിറ്റികളുടെ സമ്മ് ഈക്വൽ ടു, അതുപോലെ തന്നെ അടുത്ത ഭാഗം നോക്കുക. എം എ ഇൻറ്റു വി എ എഫ് എം ബി ഇൻറ്റു, ഇത് ബി ആണ് കേട്ടോ, ഇത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്, ഇത് ബി ആണ്. ഇത് രണ്ട് ബിയും രണ്ട് എയും വേണം. ഇത് ബി ആണ് കേട്ടോ, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. ആദ്യത്തെ സെക്ഷനില് ഒന്ന് എം എയും ഒന്ന് എം ബിയുമാണ് എഡിറ്റ് ചെയ്യണം. ബിഫോർ കൊളീഷനിലുള്ള വെലോസിറ്റികളുടെ സമ്മ് എന്നത് ആഫ്റ്റർ കൊളീഷനിലുള്ള വെലോസിറ്റികളുടെ സമ്മിന് ഈക്വൽ ആണ് എന്നാണ് റൂള്. അപ്പൊ എം എ ഇൻറ്റു വി എ ഐ പ്ലസ് എം ബി ഇൻറ്റു വി ബി ഐ ഈക്വൽ ടു എം എ ഇൻറ്റു വി എ എഫ് പ്ലസ് എം ബി ഇൻറ്റു വി ബി എഫ്. എഡിറ്റ് ചെയ്തോ? ഇത് ഒന്ന് ബോക്സിലാക്കി ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് എഴുതി വെച്ചോളൂ. ഈ ഒരു ഇക്വേഷൻ കാണാതെ അറിയെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും. കാരണം ഇതിൽ ഒന്നേ തരാതിരിക്കുള്ളൂ. ഇതിലുള്ള ക്വാണ്ടിറ്റീസ് ഏതൊക്കെയെന്ന് പറഞ്ഞേ. ഇതിൽ എത്ര ടേമുകൾ ഉണ്ട്? എം എ ഉണ്ട് ഇല്ലേ? എം എ ഉണ്ട്, വി എ ഐ ഉണ്ട്, എം ബി ഉണ്ട്, വി ബി ഐ ഉണ്ട്, വി ബി എഫ് ഉണ്ട് അല്ലേ? വി എ ഐ ഉണ്ട്, വി എ എഫ് ഉണ്ട്. അപ്പൊ എത്ര ടേമായി? 1 2 3 4 5 6 ടേമുകൾ ഉണ്ട്. ഈ 6 ടേമില് 5 തരും, ഒന്നേ കണ്ടുപിടിക്കാണ്ടാവുള്ളൂ. 5 തരും, ഒന്ന് കണ്ടുപിടിക്കേണ്ടി വരും. ക്വസ്റ്റ്യന് വലുതായിരിക്കും, എന്നിട്ട് 5 തരും, ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാല് റീഅറേഞ്ച് ചെയ്തിട്ട് അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഡ്യൂട്ടി കേട്ടോ. അപ്പൊ ഈ ഇക്വേഷന് പ്രാധാന്യമുണ്ട്. കൺസർവേഷൻ ഓഫ് മൊമെന്റം. കേട്ടില്ല. തന്ന ഉദാഹരണത്തിൽ അങ്ങനെ ഒരു വാല്യം കൊടുക്കാതെ നോർമലി പറയല്ലായിരുന്നു? മനസ്സിലായില്ല. ഇപ്പൊ കൊടുത്തിരിക്കുന്ന എക്സാമ്പിളിലേ ഇപ്പൊ കൊടുത്തതില് വാല്യൂസ് ഒന്നും ഇല്ല. അത് ക്വസ്റ്റ്യൻ അല്ല, ഇക്വേഷൻ ഉണ്ടായ രൂപം താഴെ ഡെറിവേഷൻ ഉണ്ട്. ഡെറിവേഷൻ അപ്പൊ പറയുന്നില്ല. ഡെറിവേഷന് റെഗുലർ ക്ലാസ്സിലാണെങ്കിൽ അത് കൃത്യമായിട്ട് പറഞ്ഞ് പിടിപ്പിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ അതിന്റെ ആവശ്യം അത് അങ്ങനെ ചോദിക്കൂല. ഡെറിവേഷന് നമുക്ക് ഇപ്പൊ അതിനേക്കാൾ പ്രാധാന്യം ഇക്വേഷൻ ആണ്. ഇക്വേഷനിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ് പ്രാധാന്യം. കൈനറ്റിക് എനർജിയിൽ നിന്നും ഡെറിവേഷൻ ആണ് താഴെ കൊടുത്തല്ലോ. പക്ഷെ ആ ഇക്വേഷന് ബൈ ഹാർട്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വേണ്ടത്. ഇത് ഇലാസ്റ്റിക് കൊളീഷന്റെ ഇക്വേഷൻ അല്ലേ സാറേ? അപ്പൊ ക്വസ്റ്റ്യന് എങ്ങനെയാ വരിക? കൺസിഡർ ടു ഒബ്ജക്ട്സ് ആർ അസ്യൂം ദാറ്റ് ടു ഒബ്ജക്ട്സ് ആർ ഇൻ ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുമ്പോൾ അതിന് താഴെ ടു ഒബ്ജക്ട്സ് മൂവിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വിത്ത് വെലോസിറ്റി 0 വിത്ത് വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ്. ബാക്കിയുള്ളതൊക്കെ തരും. ക്വസ്റ്റ്യന് ഇൻഡയറക്റ്റ് ആയിട്ട് ഈ 6 5 തരും. എന്നിട്ട് ഫൈൻഡ് ദ ഫൈനൽ വെലോസിറ്റി ഓഫ് ദി ഒബ്ജക്ട് എന്ന് പറയും. അല്ലെങ്കിൽ രണ്ടുപേര് പരസ്പരം, രണ്ട് ബസ്സുകൾ പരസ്പരം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഹൈ സ്പീഡിൽ വരുമായിരുന്നു. രണ്ടിന്റെ മാസ് തരും. ഒരു ബസ്സിന്റെ മാസ് 100 കിലോഗ്രാം ആണ്, മറ്റേ ബസ്സിന്റെ മാസ് 10 കിലോഗ്രാം അല്ലെങ്കിൽ 200 കിലോഗ്രാം ആണ്. അതിന്റെ ആദ്യത്തെ വെലോസിറ്റി ഇത്രയായിരുന്നു, ഇതിന്റെ ആദ്യത്തെ വെലോസിറ്റി ഇത്രയായിരുന്നു. രണ്ടും കൂട്ടിമുട്ടിയ ശേഷം ഒന്ന് തെറിച്ചു പോയത് എത്രയാണെങ്കിൽ മറ്റേ തെറിച്ചു പോയത് എത്ര സ്പീഡിലായിരിക്കും. അപ്പൊ 6 തരും, അല്ല 5 തരും, ഒന്നേ ഉണ്ടാവുള്ളൂ. അതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കണം.
ചിലപ്പോ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും കൊടുത്തിട്ട് മാസ് കാണാനും പറയാം. മാസ് കാണാനും പറയും. ഓക്കെ. അത് പോസിബിൾ ആണ്, ഏതും ചോദിക്കാം. പക്ഷെ നമുക്ക് ഇതില് 5 തരും. ചിലപ്പോ ചില കേസിൽ ബി 0 ആവുന്ന കേസുകൾ ഉണ്ടാവും. അതായത് ഒരു ബസ് ഇവിടെ അനങ്ങാതെ നിൽക്കുകയായിരുന്നു, അത് നമുക്ക് വേറെ ബസ് വന്ന് ഇടിച്ചു. അപ്പൊ ആദ്യത്തെ ബസ്സിന്റെ വെലോസിറ്റി 0 അല്ലായിരുന്നോ? അതാണ് ഇപ്പൊ നിലവിൽ കൊടുത്ത ഈ ബി എന്നുള്ള പിക്ചറിൽ അതല്ലേ പറയുന്നത്? രണ്ടാമത്തെ പിക്ചറിൽ ടെസ്റ്റിലാണോ? രണ്ടാമത്തെ പിക്ചർ നോക്കില്ല. ആ ടെസ്റ്റിൽ രണ്ടാമത്തെ ഇവിടെ 2 ഡയഗ്രം ഉണ്ട്. ഇല്ല, രണ്ടാമത്തെ കൊളീഷനിൽ ഇവര് രണ്ടുപേരും സ്റ്റിക്ക് ചെയ്ത് ടുഗെദർ ആയിട്ട് പോകുന്നു എന്നാണ്. എ എന്ന ഡയഗ്രത്തിൽ രണ്ടും വേറെ ഡയറക്ഷനിലാണ്. രണ്ടാമത്തെ ഡയറക്ഷനിൽ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്ന് രണ്ടും സ്റ്റിക്ക് ചെയ്ത് പോയി, രണ്ടും ഒരുമിച്ച് പോവാണ്. അപ്പോ അങ്ങനത്തെ കേസും വരും. അങ്ങനത്തെ കേസിൽ രണ്ടിന്റെയും വെലോസിറ്റികൾ സെയിം ആണ്. വി എ എഫും വി ബി എഫും സെയിം ആണ്. വെലോസിറ്റി സെയിം. വെലോസിറ്റി സെയിം ആണ്, രണ്ടും ഒരുമിച്ച് പോവാണ്, സ്റ്റിക്ക് ചെയ്ത് പോവാണ്. രണ്ട് സ്കേറ്റേഴ്സ് പരസ്പരം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്ന് പരസ്പരം രണ്ടുപേരും ഒരുമിച്ച് തെറിച്ചുപോയി. ഒരുമിച്ച് തെറിച്ചുപോയി എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കെട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. അങ്ങനെ ആവുമ്പോഴേ സ്റ്റിക്ക് ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ രണ്ടുപേരുടെയും വെലോസിറ്റികൾ സെയിം ആയിരിക്കും. വി എ എഫും വി ബി എഫും സെയിം ആയിട്ട് എടുക്കാം. എന്നിട്ട് രണ്ട് ഇക്വേറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് സോൾവ് ചെയ്താൽ മതി. അതിൽ കൊടുത്തിരിക്കുന്ന ആരോ അതിന്റെ മൂവ്മെന്റിന്റെ ഡയറക്ഷൻ അല്ല അല്ലെ? മൂവ്മെന്റിന്റെ ഡയറക്ഷൻ. രണ്ടാമത്തേൽ അങ്ങനെയാണോ? രണ്ടും ഒരുമിച്ച് പോയി? രണ്ടും ഒരുമിച്ച് ഈ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്തു. കാരണം മാസ് കൂടുതൽ ഈ ഭാഗത്താണ്, അതുകൊണ്ടാണ് ഈ ഡയറക്ഷനിലേക്ക് ആരോ വന്നത്. മാസ് കൂടുതലായതുകൊണ്ട് അവിടെ മൊമെന്റം കൂടും എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങോട്ട് ആരോ ഇട്ടത്. ക്ലിയർ അല്ലേ? ഇക്വേഷൻ അങ്ങോട്ട് എഴുതി വെക്കട്ടോ. 1 2 3 ഒക്കെ ഇട്ടിട്ട് ചെയ്യാറുണ്ട്. m1 v1 പ്ലസ് m2 v2 പ്ലസ് m1 u1 പ്ലസ് m2 v2 അങ്ങനെയാണ് പഠിക്കാറ്. ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എയും ബി ആയതുകൊണ്ട് എയും ബി തന്നെ എടുക്കും. ഈ ഇക്വേഷനിൽ ഒരു കറക്ഷൻ വന്നത് രണ്ടാമത് എം ബി ആണ്. ഇത് ഒന്നാമത്തെ ഭാഗത്ത് എം എ തന്നെയാണ് രണ്ട് ഭാഗത്തും കൊടുത്തത്, ഒന്ന് ബി ആണ്. ഇത് ബിഫോർ കൊളീഷൻ, ആഫ്റ്റർ കൊളീഷൻ. ബിഫോർ കൊളീഷനിൽ രണ്ടും ഐ ആണ്, വികൾ രണ്ടും ഐ ആണ്. പക്ഷെ രണ്ട് ഒബ്ജക്റ്റുകളുടെയും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ആദ്യം എം എ എന്ന ഒബ്ജക്റ്റിനെ വെലോസിറ്റി കൊണ്ട് ഗുണിച്ചതും പ്ലസ് രണ്ടാമത്തെ ഒബ്ജക്റ്റിനെ അതിന്റെ വെലോസിറ്റി കൊണ്ട് ഗുണിച്ചതും സമം ആയിരിക്കും ആഫ്റ്റർ കൊളീഷന്റെ മൊമെന്റങ്ങളുടെ തുക. സെന്റൻസിൽ പറയുകയാണെങ്കിൽ the sum of the momentum before collision is equal to the sum of momentum after collision എന്നാണ് എഴുതാറ് കേട്ടോ. എവിടെയെങ്കിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവും അത് സെന്റൻസ് ആയിട്ട്. Sum of momentum before collision is equal to sum of momentum after collision. Sum of momentum before collision is equal, എഴുതിയെടുക്കുന്നവരെ എഴുതിയെടുക്കാം. Sum of momentum before collision is equal to sum of momentum after collision. They are same. അതാണ് ഇവിടുന്ന് നമുക്ക് വേണ്ട ഭാഗം. Sum of momentum after collision and Sum of momentum before collision is equal to before sum of momentum before collision is equal to 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 the sum of momentum after collision. Sum of momentum SUM ആണ്, sum of momentum after collision. Sum of momentum before collision is equal to sum of momentum after collision. Sum of momentum before collision is equal to the sum of momentum after collision. Sum of momentum before collision is equal to the sum of momentum after collision. Sum of momentum before collision. Clear അല്ലേ? അത് തന്നെയാണ് വേണ്ടത് കേട്ടോ.
ഇതിൽ നിന്നും റീഅറേഞ്ച് ചെയ്യുന്ന രൂപങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡെറിവേഷൻ ഒന്നും ഇതിൽ കൂടുതൽ പറഞ്ഞിട്ടില്ല, അതിന്റെ ആവശ്യമില്ല. നമുക്ക് നോക്കാം ഇവിടെ അതിന്റെ കേസുകൾ. ഞാനിപ്പോ പറഞ്ഞ കേസുകളാണ് ഇവിടെ പല കേസുകളായിട്ട് കൊടുത്തിട്ടുള്ളത്. സപ്പോസ് ദ ടു ബാൾസ് ആർ കൊളൈഡിങ് ഈച്ച് അതർ ആർ ഐഡന്റിക്കൽ. അതായത് 2 മാസം. കേസ് 1 നോക്കി, ഞാൻ പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് ഈ കേസുകളൊക്കെ സോൾവ് ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞതിലെല്ലാം പെട്ടിട്ടുണ്ട്, പക്ഷെ കേസുകൾ സെപ്പറേറ്റ് ഒന്നുകൂടി പറഞ്ഞുതരാം. കേസ് 1 സപ്പോസ് എം എ ആൻഡ് ബി ആർ സെയിം. അതായത് 2 ബസ്സുകൾ അല്ലെങ്കിൽ 2 ആറ്റങ്ങൾ, ആറ്റോമിക് ലെവലിലും പറയാൻ പറ്റും. 2 ആറ്റങ്ങൾ രണ്ടും ഒരേ മാസാണ്, അല്ലെങ്കിൽ 2 സ്റ്റേറ്റേഴ്സ്, 2 ആൾക്കും ഒരേ തൂക്കാണ്. അപ്പോ നമ്മുടെ ക്ലാസ്സിലുള്ള 2 പേരെടുക്കുകയാണെങ്കിൽ അർച്ചനയും ഹൃദ്ദികയും, 2 പേരും പരസ്പരം എന്ത് ചെയ്യാണ്, കൊളൈഡ് ആയി പോയതാണ്. അപ്പോ പക്ഷെ 2 പേർക്കും ഒരേ മാസാണെങ്കിൽ എന്തെങ്കിലും റിലേഷൻസ് ഇതിൽ നിന്നും കണ്ടെത്താൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. Then the second term equation will drop out resulting. അതായത് എമ്മുകളൊക്കെ കട്ട് ചെയ്തു പോകും, അങ്ങനെയാണെങ്കിൽ നോക്കി നോക്കി. സം ഓഫ് മൊമെന്റം വി എ ഐ പ്ലസ് എം ബി വി ബി ഐ. ഇതിൽ 2 ആളെ മാസും സെയിം ആണ് എങ്കിൽ എമ്മിനെ പുറത്തെടുക്കാം. വി എ ഐ പ്ലസ് വി ബി ഐ. ഇതേപോലെ അപ്പുറം വരും, മാസം കട്ട് ചെയ്ത് പോകും. പിന്നെ വെലോസിറ്റികളുടെ സമ്മാണ് ഉണ്ടാവുക. Then the second term of the equation 3.1 will drop out resulting in. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് വി എ എഫും വി ബി ഐയും ആദ്യത്തെ ആളുടെ ഫൈനൽ വെലോസിറ്റിയും രണ്ടാമത്തെ ആളുടെ വെലോസിറ്റിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതാമെന്നാണ് പറഞ്ഞത്. ദാറ്റ് ഈസ് ഇഫ് 2 ഐഡന്റിക്കൽ ബാൾസ് കൊളൈഡ് ഹെഡ് ഓൺ. 2 ഒരേപോലെയുള്ള മാസുകൾ ഹെഡ് ഓൺ ആയിട്ട് കൊളൈഡ് ചെയ്താൽ their velocities after get interchanged. അതായത് ഈ ബാളിന്റെ വെലോസിറ്റി ഇങ്ങോട്ടും ഈ ബാളിന്റെ വെലോസിറ്റി ഇങ്ങോട്ടും ഡയറക്ഷൻ മാറി പോകും എന്നർത്ഥം. ഡയറക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്തിട്ടാണ് പോവാ. അപ്പോ നല്ല സ്പീഡിൽ വരുന്നുണ്ട്. രണ്ടാളുടെയും മാസം ഒന്നാണ്. പക്ഷെ ഒരാൾ നല്ല സ്പീഡിലാണ്, ഒരാൾ പതുക്കെയാണ് എങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യാനാണ് സാധ്യത. ഇയാളുടെ ഈ ബാളിന്റെ വെലോസിറ്റി അങ്ങോട്ടും ആ ബാളിന്റെ വെലോസിറ്റി ഇങ്ങോട്ടായിട്ട് ആഫ്റ്റർ കൊളീഷന് പോകും. അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാം. മാസുകൾ സെയിം ആണെങ്കിൽ വെലോസിറ്റികൾ പരസ്പരം ഇന്റർചേഞ്ച് ചെയ്യും എന്നാണ് ഇവിടെ പോയിന്റ് പറഞ്ഞത്. കേസുകൾ മാസും ഒക്കെ സെയിം ആണെങ്കിൽ കേട്ടില്ല. മാസുകൾ സെയിം ആണെങ്കിൽ കേട്ടില്ല. 2 ഒബ്ജക്റ്റിന്റെയും മാസും സെയിം ആണ്, വെലോസിറ്റിയും സെയിം ആണെങ്കിൽ എന്താ പറയുക? അപ്പം അത് ചെയ്ത് നോക്കേണ്ടി വരും. ആഫ്റ്റർ കൊളീഷൻ വെലോസിറ്റി സെയിം, വെലോസിറ്റി എ ഈസ് സെയിം ആസ് ദ ബിഫോർ കൊളീഷൻ വെലോസിറ്റി. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഇക്വേഷൻ നോക്കി ഇതില് മാസുകളും സെയിം ആണ്, വികളും സെയിം ആണ്. അപ്പോ 2m വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ എന്താവും എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാം. അതിന്റെ ഡബിൾ ആവും നോക്കാം. 2m v ഈക്വൽ ടു മാസുകൾ സെയിം ആണല്ലോ. അപ്പൊ 2m, എമ്മിനെ പുറത്തെടുക്കാം, vf ഡിവൈഡഡ് ബൈ എം. രണ്ടും ക്യാൻസൽ ആയി പോകും. അതായത് 2v ആയിരിക്കും. രണ്ടിന്റെയും തുക വെലോസിറ്റികള് 2v ഈക്വൽ ടു vf പ്ലസ് vi വരും. രണ്ട് സെയിം തന്നെയാണ്. രണ്ടിന്റെയും ഇതിന്റെ ഡബിൾ ആയിരിക്കും. ഇവരുടെ രണ്ടുപേരും കൂട്ടിയാൽ സെയിം ആയിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ റിലേഷൻ കിട്ടും. അതിനെ ഡിവൈഡ് ചെയ്ത് നോക്കാനേ പറ്റുള്ളൂ കേട്ടോ.
നമുക്ക് അതിൽ നിന്നും വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ആ ഒരു ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കാം. അത്രേ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് കേസ് നോക്കാം. ദ സെക്കൻഡ് ഇൻട്രസ്റ്റിംഗ് കേസ് ഇസ് ദാറ്റ് കൊളീഷൻ ഓഫ് ടു പാർട്ടിക്കിൾസ് ഓഫ് അൺഈക്വൽ മാസസ്. അൺഈക്വൽ മാസസ് ആണെങ്കിൽ അതിന്റെ ഒരു റിലേഷനും കൂടിയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഓരോ ഒബ്ജക്റ്റ് റെസ്റ്റിലാണെങ്കിൽ അത് 0 കൊടുക്കാം. അപ്പോഴും നമുക്ക് റിലേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. രണ്ടും അൺഈക്വൽ മാസസ് ആണെങ്കിൽ ഉള്ള കേസുകളാണ് ഫസ്റ്റ്. ലെറ്റ് us assume that mb is very large compared to ma. അങ്ങനെയാണെങ്കിൽ അവരുടെ വെലോസിറ്റി vb 0 ആണെങ്കിൽ this ma negligible as compared from the equation. After collision heavy particles becomes continues to be rest. ചെറിയ ഒബ്ജക്റ്റ് വന്നിട്ട് വലിയ ഒബ്ജക്റ്റിൽ വന്ന് ഹിറ്റ് ചെയ്താൽ ആ ഒബ്ജക്റ്റ് തെറിക്കാതെ തന്നെ ചിലപ്പോൾ തിരിച്ചു പോകുന്ന കേസുകളും വരാം. ഒന്ന് വലിയ മാസാണ്, ഒന്ന് ചെറുതാണ്. അപ്പൊ ഒരു വലിയ കോട്ടിനടുത്ത് ചെറിയൊരു കോട്ടി വന്നാല് മറ്റു കോട്ടി ചിലപ്പോൾ അനങ്ങും കൂടി ഇല്ല, അങ്ങനെ തിരിച്ചു പോകും. അങ്ങനത്തെ കേസുകളും ഉണ്ടാവും. എപ്പോ mb ഇസ് വെരി ഹൈ ആണെങ്കിൽ, മാസ് ഓഫ് ദി ബി പാർട്ടിക്കിൾ ഇസ് വെരി ഹൈ. ഒന്ന് വലിയ മാസാണ്, ഒന്ന് ചെറുതാണ്. അതായത് ഒരു ബസ്സിന്റെ അടുത്ത് ഒരു സൈക്കിൾ വന്നിട്ട് അടിച്ചാൽ സൈക്കിൾ തെറിച്ചു പോകുന്നല്ലാതെ ബസ്സിനൊന്നും സംഭവിക്കൂല എന്നും അങ്ങനത്തെ കേസുകളും വരാം. കാരണം മാസുകളുടെ ഡിഫറൻസ് വളരെ വലുതാണെങ്കിൽ അത് പോസിബിൾ ആണ്. ഒന്ന് വന്ന അതേപോലെ തിരിച്ചു പോകും. അതാണ് ഈ ഒരു റിലേഷൻ കൊടുത്തിട്ടുള്ളത്. VAF is equal to minus VAI. ചെറിയ ഒബ്ജക്റ്റിന്റെ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് ആദ്യത്തെ വെലോസിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. എന്നാൽ VBF 0 തന്നെയാണ്. വലിയ ബസ്സിന് ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. വന്ന സൈക്കിൾ എന്ത് ചെയ്യും, അതേപോലെ തിരിച്ചു പോകും. സൈക്കിൾ പറ്റൂല, ഗോളിയൊക്കെ ആണെങ്കിൽ നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റും. ഒന്ന് വലിയ കോട്ടി ചെറിയ കോട്ടി വന്നടിച്ചു കഴിഞ്ഞാൽ അതേ വെലോസിറ്റി തിരിച്ചു പോകുന്നത് കാണാം. അങ്ങനത്തെ കേസുകളൊക്കെ വരും. അപ്പോൾ അതൊക്കെ സോൾവ് ചെയ്യുന്നത് ഈ ഒരു ഇക്വേഷൻ മാത്രം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. ആ ഒരു ഇക്വേഷൻ മാത്രം ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റിലേഷൻ എഴുതുന്നതാണ് ഉള്ളത്. ഇത്രയാണ് ചാപ്റ്റർ വരുന്നത്. ഇതിൽ അവസാനത്തെ ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ കോൺസെപ്ച്വലി കൺസർവേറ്റീവ് ഫോഴ്സ് എന്താണ് എക്സാമ്പിൾ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരും. അത്രയാണ് ചാപ്റ്റർ ഉള്ളത്. So chapter is wind up. ജസ്റ്റ് ഒന്നുകൂടി ബാക്ക് ഒന്ന് റിവൈസ് ചെയ്ത് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ക്ലാസ് സമയം കഴിഞ്ഞിട്ടുണ്ട്, ചാപ്റ്റർ ഫൈനൽ ആവുകയും ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഫസ്റ്റ് ഒന്നും ഇങ്ങോട്ട് റിവൈസ്, ഒരു 5 മിനിറ്റ് കൊണ്ട് റിവൈസ് ചെയ്ത് തരാം. വർക്ക് എനർജി പവർ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. ദെൻ വർക്ക് എന്താന്ന് പറഞ്ഞു. വാട്ട് ഈസ് വർക്ക്? ഇറ്റ്സ് എ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്, എഫ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അതിൽ തന്നെ ആംഗിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. FS കോസ് തീറ്റ, FD കോസ് തീറ്റ. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റയുടെ തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഈ ആംഗിള് ഓരോ വാല്യൂസ് ആവുമ്പോൾ 4-5 വാല്യൂസ് പറഞ്ഞു തന്നിരുന്നു. ഇത് പഠിക്കേണ്ട വാല്യൂസ് ആണ്. 90 ഡിഗ്രി ആവുമ്പോൾ 0 ആണ്. നേരെയാണെങ്കിൽ ആംഗിൾ 0 ആണ്, പക്ഷെ ഫോഴ്സ് മാക്സിമം ആയിരിക്കും. യൂണിറ്റ് ഓഫ് ജൂൾ അല്ല, യൂണിറ്റ് ഓഫ് വർക്ക്. യൂണിറ്റ് ഓഫ് വർക്ക് എന്താണ് പറഞ്ഞോളൂ. വർക്കിന്റെ യൂണിറ്റ് ജൂൾ ആണ്. അതുപോലെ തന്നെ അതിന്റെ ഡയമെൻഷൻ, വർക്കിന്റെ ഡയമെൻഷൻ ml²T⁻² ആണ്. അത് കണ്ടുപിടിച്ച രൂപം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. ദെൻ പോസിറ്റീവും നെഗറ്റീവും വർക്ക് പോസിബിൾ ആണ്. ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയാലും 180 ഡിഗ്രി ആംഗിൾ ആവുമ്പോൾ ഓപ്പോസിറ്റ് ആവും. അതുപോലെ തന്നെ 0 വരുന്ന കേസുകളുണ്ട്. വർക്ക് 0 ആവുന്നത് പാത്ത് ഡിപ്പെൻഡൻസി ഇല്ല, അതുകൊണ്ട് വന്ന അതേ സ്ഥലത്തേക്ക് തന്നെ എത്തിയാൽ വർക്ക് 0 ആണ് എന്നാണ് പറയാറ്. ദെൻ വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. ഹൈറ്റ് ചേഞ്ച് ചെയ്താൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവും. അവിടെ mgh നമുക്ക് ഉപയോഗിക്കാം. എഫിന് പകരം mg ആണ് കൊടുത്തത്. d എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആണ്. അങ്ങനെയും നമുക്ക് ഹൈറ്റ് mgh തന്നെയാണ് കേട്ടോ വന്നത്. പൊട്ടൻഷ്യൽ എനർജിയും വർക്കും ഒരേ ഇക്വേഷൻ തന്നെയാണെന്ന് ഓർത്തിരിക്കാം. പിന്നെ നമ്മൾ പറഞ്ഞു വേരിയബിൾ ഫോഴ്സ്, ചെറിയ ചെറിയ ഫോഴ്സുകളാണെങ്കിൽ അതിന്റെ
സമ്മുകൾ, ചെറിയ സമ്മുകൾ എടുത്താലും നമുക്ക് ടോട്ടൽ വർക്ക് കിട്ടും. പിന്നെ സ്പ്രിങ്ങിന്റെ വർക്കിന്റെ ഇക്വേഷൻ പറഞ്ഞു, അതിന് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷനും അതുപോലെ തന്നെ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനും ഹാഫ് കെ എക്സ് സ്ക്വയർ വർക്കാണ് നമുക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞു. ദെൻ അതിന്റെ എക്സാമ്പിൾസ്. ദെൻ പവർ എന്താണ്? റേറ്റ് ഓഫ് ഡൂയിങ് വർക്കാണ് പവർ. പവറിന്റെ യൂണിറ്റ് എന്താണ്? പവറിന്റെ യൂണിറ്റ് per second. ജൂൾ പെർ സെക്കൻഡിന് വേറൊരു പേരുണ്ടായിരുന്നു. ജൂൾ പെർ സെക്കൻഡിന് വേറൊരു പേരുണ്ട്. ഇയാളുടെ ഓർമ്മക്കാണ് ആ യൂണിറ്റ് കണ്ടെത്തിയത്. ജെയിംസ് വാട്ട്. വാട്ടാണ് പവറിന്റെ യൂണിറ്റ്. ജൂൾ പെർ സെക്കൻഡ് കറക്റ്റ് ആണ്. ഡയമെൻഷന് ml²T⁻³ ആണ്. വർക്കും പവറും തമ്മിൽ ഡയമെൻഷനിൽ മാറ്റം T⁻⁻² ആണ്. ഒന്ന് -3 ആണ്. ഒരു ടിയുടെ വാല്യൂ കൂടും, അത്രേ ഉള്ളൂ. കിലോ വാട്ട് ഹവർ ആണ് കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് എനർജി. അത് എത്രയാണെന്നുള്ള വാല്യൂ പറഞ്ഞു. 1 HP 746 ആണെന്ന് പറഞ്ഞിരുന്നു. കൈനറ്റിക് എനർജിയും വർക്കും തമ്മിൽ എന്താണ് റിലേഷന്? വർക്കും കൈനറ്റിക് എനർജിയും സെയിം തന്നെയാണ്. രണ്ടും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യാം. വർക്ക് എനർജി തിയറം എന്താണ്? രണ്ടും തമ്മിൽ കൺസേർവ്ഡ് ആണ്, ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആണ് എന്ന് പറഞ്ഞു. പൊട്ടൻഷ്യൽ എനർജി ഇന്നത്തെ ക്ലാസ്സിൽ റിവൈസ് ചെയ്തു. ഇറ്റ് ഈസ് ദ എനർജി ബൈ വിർച്യൂ ഓഫ് ഇറ്റ്സ് മോഷൻ, പൊസിഷൻ ഓർ കോൺഫിഗറേഷൻ ആണ്. അതുപോലെ തന്നെ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജിയാണ് കോമൺ ആയിട്ട് നമ്മൾ നോക്കുന്നത്. അതിന്റെ ഇക്വേഷൻ mgh ആണ്. സ്പ്രിങ്ങിലുള്ള പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഹാഫ് കെ സ്ക്വയർ ആണ്. അതുപോലെ തന്നെ അതിന്റെ ക്വസ്റ്റ്യൻസ് പിന്നെ mgh ആണ് ഫൈനൽ ഇക്വേഷന്. ദെൻ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ചെയ്തു. കൺസർവേഷൻ ഓഫ് എനർജിയുടെ പ്രൂവ് ചെയ്യിക്കുന്ന ഒരു ക്വസ്റ്റ്യനും കൂടിയാണത്. അതിൽ നമുക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യനിലും v²= u² + 2s എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. മറ്റു 2 ഇക്വേഷൻസും കൂടി ഓർത്തിരിക്കണം. കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഫോഴ്സുകളാണ്. എക്സാമ്പിൾസ് പറഞ്ഞിരുന്നു, ഇലാസ്റ്റിക്, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഒക്കെ പറഞ്ഞിരുന്നു. നോൺ കൺസർവേറ്റീവ് ഫോഴ്സിന് എക്സാമ്പിൾ ഫ്രിക്ഷൻ ആണ്, പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. ദെൻ ഇലാസ്റ്റിക് കൊളീഷന് കൺസർവേറ്റീവ് ഫോഴ്സ് ഒന്ന് കൺസേർവ്ഡ് ആണ്, കൺസർവേറ്റീവ് ആണ്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, മറ്റേത് കൺസർവേറ്റീവ് അല്ല. ദെൻ ഫൈനൽ കൊളീഷൻ, ഹെഡ് ഓൺ കൊളീഷനും അതിന്റെ സമവാക്യം ബിഫോർ കൊളീഷനും ആഫ്റ്റർ കൊളീഷനും മൊമെന്റത്തിന്റെ തുക സെയിം ആയിരിക്കും എന്ന ഇക്വേഷന് ബോക്സിലാക്കി വെച്ചു. അത് വെച്ചിട്ട് പ്രോബ്ലംസ് വരും. അതിന്റെ കേസസ് ഇത്രയാണ് ഇതിൽ ഉള്ള ഭാഗങ്ങൾ. നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. Okay. Can I wind up? Okay. Goodbye.